പ്രോഗ്രാമിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് സർവേശ്വരന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു ഈവനിങ് സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് നിങ്ങളെ മുഖവരികളില്ലാതെ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഈ ഒരു അവസരം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇന്ന് ഈ ഒരു സമയത്ത് ഡിജിറ്റൽ ഗാഡ്ജറ്റിന്റെ ഒരു സഹായത്തോടു കൂടി നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേരാൻ അവസരം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ദൈവത്തിന്റെ ഒരു അപാരമായ അനുഗ്രഹം കൊണ്ടാണ്. സോ നമുക്ക് ദൈവത്തിൽ ഒരു അല്പസമയം പ്രാർത്ഥിച്ചിട്ട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒരു അല്പസമയം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഒരു 3 സെക്കൻഡ്സ് നമുക്കൊന്ന് മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാം. സോ ഓൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു അവസരം, ഈ ഒരു വിവ ഓറിയന്റേഷൻ പ്രസന്റേഷൻ നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ മേഖലയിൽ നിന്നും ഇന്ന് ഈ ഒരു അവസരത്തിലൂടെ കയറി വന്നു, ഒരു എഞ്ചിനീയർ ആയിരിക്കും ഒരു അവസരത്തിലൂടെ കയറി വന്നു ഇന്ന് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്, ഒരു ലീഡിംഗ് ലീഡറാണ്. സോ മലപ്പുറം സ്വദേശിയായിട്ടുള്ള, മഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഫായിസ് ഖൈസറെ ഈ ഒരു പ്രസന്റേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഫായിസ്, മോസ്റ്റ് വെൽക്കം. താങ്ക് യു സാർ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. പേര് പരിചയപ്പെടുത്തി, ഫായിസ് കോയ, മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ്. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ജ്യേഷ്ഠന്റെ വൈഫിനുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാൻ അവസരം ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുകയും അതിലൂടെ ഈ ഒരു ബിസിനസ് റിസൾട്ടുകൾ കിട്ടിയ, വീട്ടിൽ കിട്ടിയ ഒരുപാട് റിസൾട്ടുകളും അതിലൂടെ വന്ന ഒരുപാട് റിസൾട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കമ്പനിയുടെ പാർട്ട് ടൈമായിട്ട് ജോലി ബിസിനസ് ആയിട്ട് ചെയ്യാൻ ആരംഭിക്കുകയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് കിട്ടിയ ഒരുപാട് അമേസിംഗ് റിസൾട്ട് വന്നു തുടങ്ങിയപ്പോൾ ഒരു കൂടുതൽ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുകയും ഒന്നുകൂടി വിശദമായിട്ട് പഠിച്ച് ഇതിന്റെ ഭാവി സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഫുൾ ടൈം ആയിട്ട് ഒരു ഇൻഡസ്ട്രി കഴിഞ്ഞ 3 വർഷമായിട്ട് സീരിയസ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ കാരണമായിട്ടുള്ള അതേ പ്ലാൻ തന്നെയാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ളത്. ഈ ഒരു കമ്പനിയെ കുറിച്ചും അതിന്റെ പ്ലാനുകളും വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിയുടെ പ്ലാന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സ്ക്രീനിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇൻഡസ്ട്രിയുടെ ഈ ഒരു കമ്പനിയെ കുറിച്ചും ഇതിനേക്കുള്ള മറ്റുള്ള ബിസിനസ് പ്ലാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെയും ഈ പ്രോഗ്രാം കേൾക്കാമെന്നുള്ള ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ടുള്ള ഒരുപാട് ലാംഗ്വേജുകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടുള്ള അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓഥറാണ് റോബർട്ട് ടി കിയോസാക്കി. അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിലദ്ദേഹം പറയുന്നുണ്ട് ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്ന. അതിലദ്ദേഹം പറയുന്നു, ലോകത്ത് വരുമാനം വാങ്ങുന്ന ആളുകളെ അദ്ദേഹം 4 ആയിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു എംപ്ലോയി, ഒരു ജോലിയുണ്ട്, ആ ജോലിയുടെ അദ്ദേഹത്തെ ശമ്പളം വാങ്ങിക്കൊണ്ട് അദ്ദേഹം വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന വരുമാന മാർഗം അദ്ദേഹത്തിന്റെ ജോലിയാണ്. രണ്ടാമതൊരു കാറ്റഗറിയാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെതായ എന്തോ ഒരു ബിസിനസ് അദ്ദേഹം ഓൺ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലെ പ്രൊഫഷണൽസ് സ്വന്തമായിട്ട് സ്ഥാപനം അല്ലെങ്കിൽ ക്ലിനിക്ക് നടത്തുന്ന ആളുകളുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ഒരു സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിപ്പെട്ട ആളുകളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ബിസിനസ് ഓണർ എന്ന് പറയുന്ന മേഖല. അത് അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്, ഒരു സിസ്റ്റം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ബിസിനസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നാട്ടിൽ പലരും എന്താ ജോലി എന്ന് ചോദിക്കുമ്പോഴൊക്കെ ബിസിനസ് ആണെന്ന് പറയാറുണ്ട്. യഥാർത്ഥ ബിസിനസ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 500 ആളെങ്കിലും നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിനെ ഒരു ബിസിനസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഫോബ്സ് മാഗസിൻ പറയുന്നത്. അപ്പോൾ ആ ഡെഫിനേഷൻ പ്രകാരം അത്യാവശ്യം ആളുകളുള്ള ഒരു വലിയ സിസ്റ്റം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ. നാലാമത്തെ കാറ്റഗറിയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ അവരുടെ പണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരുടെ കയ്യിൽ പണമുണ്ട്, ആ പണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ 4 രീതിയിലാണ് ഏതൊരു മേഖല നമ്മൾ എടുത്തു നോക്കിയാലും ആളുകൾ വരുമാനം വാങ്ങുന്നവർ കാണാൻ പറ്റും. അപ്പൊ അതിനെ ഫസ്റ്റ് കാണുന്ന ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തുല്യ രീതിയിലുള്ള ആളുകളാണ്. ബിസിനസ്മാൻ, ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആളുകളും ഏകദേശം ഒരു രീതിയിലാണ്. എങ്ങനെയാണ് അവർ തമ്മിൽ കമ്പാരിസൺ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് നിശ്ചിത വരുമാനമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്ന വ്യക്തി, അതിന് മാസം ഒരു 15,000 രൂപയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ പരിമിതമായ വരുമാനം മാത്രമായിരിക്കും അദ്ദേഹത്തിന് മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവുക.
അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ദിവസം എല്ലാ ചെലവും കഴിഞ്ഞ് ഏകദേശം ഒരു 500 രൂപ അതിന് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിശ്ചിത വരുമാനം മാത്രമാണ്. ഒരിക്കലും ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇന്നത്തെ എന്റെ വരുമാനം 5 ലക്ഷം രൂപയായി എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. 500, 1000 ആ റേഞ്ചിനുള്ളിൽ മാത്രം നിൽക്കുന്ന വരുമാനമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിശ്ചിത വരുമാനമായിരിക്കും അവരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. അവർക്ക് വേണ്ടി അവർ തന്നെയാണ് വർക്ക് എടുക്കുന്നത്. അവർക്ക് വരുമാനം കിട്ടണമെങ്കിൽ അവർ പണിയെടുത്തിട്ട് തന്നെ വേണം എന്നുള്ളതാണ്. അതേ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഈ ഒരു രീതി ആയതുകൊണ്ട് തന്നെ അവർക്ക് ആക്റ്റീവ് ഇൻകം ആണ്. ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ വരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും വിഷയം കൊണ്ട് ലീവ് എടുക്കേണ്ടി വന്നാൽ, ഒരു പനിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അർജൻസി വന്നതിന്റെ പേരിൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുമാനവും മുടങ്ങുന്നൊരവസ്ഥ ഉണ്ടാവും. നേരെ മറിച്ച് ഒരു ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു റൈറ്റ് ക്വാഡ്രന്റ് 2 ക്വാഡ്രന്റ് കിട്ടുന്ന സമയത്ത് റൈറ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഫൈനൈറ്റ് ഇൻകം ആണ്. വരുമാനത്തിന് പരിധികളില്ലാത്ത വരുമാനം വാങ്ങാൻ അവസരമുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ബിസിനസ്മാൻ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന വ്യക്തിത്വമാണ് നമ്മുടെ അംബാനി, മുകേഷ് അംബാനി എന്ന് പറഞ്ഞ പേര് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കോടീശ്വരന്മാർ ലിസ്റ്റിലെ വ്യക്തിത്വം എന്നുള്ള വ്യക്തി. അദ്ദേഹത്തെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തെ ഏകദേശം ഒരു ലാഭം, അദ്ദേഹത്തിന്റെ ആസ്തിയിലെ വർധനവ് എന്ന് പറഞ്ഞ ഏകദേശം 2000 കോടി രൂപയാണ്. അപ്പൊ 2000 കോടി രൂപ ഒരു ദിവസം അദ്ദേഹത്തെ ഏൺ ചെയ്യാൻ പറ്റുന്ന, അതേ സമയത്ത് ലക്ഷങ്ങളാവാം, കോടികളാവാം, ആ രീതിയിൽ ഫ്ലക്ച്വേഷൻ അവർക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ പരിമിതികളും ഇല്ലാത്ത രീതിയിൽ വരുമാനം വാങ്ങാൻ അവസരം ഒരു ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു ബിസിനസ്മാൻ എന്നുള്ളവർക്ക് അദ്ദേഹമല്ല അതിന്റെ ബിസിനസ് പരിപൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഒരു ടീം എഫേർട്ടാണ്. കൂട്ടം ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അംബാനിയെ സംബന്ധിച്ചോളം ഓയിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ വലിയൊരു വരുമാന മേഖലയാണ്. ആ ഓയിലിന്റെ ഇന്നേ വരെ ഒരു പെട്രോൾ പമ്പിൽ അദ്ദേഹം പോയിട്ട് എണ്ണ അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിനവിടെ സ്റ്റാഫുകളും അതിന്റെ ആളുകളും ഉണ്ട്. അദ്ദേഹം ഒരിക്കലും എണ്ണ അടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സും നല്ല മറ്റുള്ള കാര്യങ്ങൾ, ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ട്, സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടീം എഫേർട്ടാണ് അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് പാസീവ് ഇൻകം ലഭിക്കുക എന്നുള്ള അവസരം കൂടിയുണ്ട്. അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് 4 മാസത്തേക്ക് വേൾഡ് ടൂർ പോയി കറങ്ങി വന്നാലും അവരുടെ വരുമാനത്തിൽ വർധനമല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല, വരുമാനം നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് അവർക്ക് ഇവിടെ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ഈ ഒരു ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. റൈറ്റ് സൈഡിലുള്ള ആളുകളാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഒന്നുകൂടി ഫിനാൻഷ്യലി അവർ ഫ്രീ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ആ കാറ്റഗറിയിലെ ആളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓണ്ടർപ്രണേഴ്സ് അഥവാ സംരംഭകർ. ഒരു സംരംഭം നടത്തുന്ന ആളുകൾ, സംരംഭകർ എന്നാണ് അവരെ നമ്മൾ മലയാളത്തിൽ വിളിക്കുക, ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയും. അപ്പൊ ആ ഒരു കാറ്റഗറിയെ സംബന്ധിച്ചോളം നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, നന്നായിട്ട് പഠിച്ചാൽ നല്ല ജോലി വാങ്ങാം, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല ജോലി വാങ്ങാൻ പറ്റുകയുള്ളൂ, വളരെ ആക്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസവും നല്ല പഠിത്തമൊക്കെ വേണം. ഇതൊക്കെ ചെയ്യുന്ന അവസാനം ജോലിയിലേക്കാണ് ആളുകൾ എപ്പോഴും കണക്ട് ചെയ്യാറുള്ളതാണ്. എന്നാൽ സത്യത്തിൽ ജോലി അഥവാ എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറിയേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണെന്നാണ്. പലപ്പോഴും നമ്മൾ എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിലേക്ക് ഒതുങ്ങാനാണ് ശ്രമിക്കുന്നത് എന്നെങ്കിൽ എപ്പോഴും നല്ലൊരു കരിയർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സംരംഭകത്വം എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്ന്, മോസ്റ്റ് റിവാർഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് ഒരിക്കലും എംപ്ലോയിക്കോ സെൽഫ് എംപ്ലോയിക്കോ അല്ല, ഒരു ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറി നിൽക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മോസ്റ്റ് റിവാർഡിംഗ് ആയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും സംരംഭകത്വമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോസ് ആവാം, ബി യുവർ ഓൺ ബോസ് എന്നതാണ്. നമ്മളെ മുകളിൽ നമ്മളെ ഭരിക്കാൻ മറ്റൊരാൾ, ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുക, അവരുടെ ചീത്ത കേട്ട്, അവരുടെ ആട്ടുതുപ്പും കേട്ട്, അവരുടെ പരിഹാസം കേട്ട് അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥ പല ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും പല സ്ഥാപനങ്ങളിലും മുതലാളിമാർ അവിടെ ആളുകളോട്, എംപ്ലോയീസിനോട് പലപ്പോഴും മോശമായിട്ട് പെരുമാറുമ്പോഴും നിവൃത്തികോടുകൊണ്ട് ആളുകൾ നിന്ന് കൊടുക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ ആ ബുദ്ധിമുട്ടില്ലാതെ നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. വലിയ കമ്പനികളാണെങ്കിൽ പോലും അവിടെ നമ്മൾ ഇന്ന് ജോലി ചെയ്തു എന്നുള്ളത് മാനേജറെ ബോധിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ശമ്പളത്തിലും മറ്റും വർധനവ് ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബി യുവർ ഓൺ ബോസ്, നമ്മുടെ സ്വന്തം ബോസായിട്ട് വേറെ ബോസ് ഇല്ലാതെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതിനേക്കാൾ ഉപരി വലിയൊരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ അതേഴ്സ്. ഒരുപാട് ആളുകൾക്ക് ഒരു അവസരങ്ങൾ നൽകാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾക്ക് ഇപ്പോൾ യൂസുഫ് അലിയെ കുറിച്ചൊക്കെ ഇപ്പം പറയാറുണ്ട്. ഒരുപാട് പേർക്ക്, ഒരുപാട് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്താരൊക്കെ ഒരുപാട് ആളുകൾക്ക്, കേരളക്കാരടക്കമുള്ള ഒരുപാട് ആളുകൾക്ക്, ഇന്ത്യയിലുള്ള ആളുകൾക്കും പുറത്തുള്ള ആളുകൾക്കൊക്കെ ഒരു വരുമാന മാർഗമാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അവർ വരുമാന മാർഗമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതേ രീതിയിൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് വർക്ക് ഇൻ എ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ എന്നുള്ളത്.
നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവും. എൻ്റെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും അവരുടെ പാരൻസും ഒക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വന്തം മകളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം ലീവ് കിട്ടിയില്ല, അറബി ലീവ് തന്നില്ല, പാസ്പോർട്ട് അവരുടെ കയ്യിലായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല. സ്വന്തം മകളുടെ കല്യാണം ഒരിക്കലും പങ്കെടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ലീവ് ഇല്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇപ്പൊ ലീവിന് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എന്റെ ജോലി ഇവിടെ ഉണ്ടാവുകയില്ല, എനിക്കിപ്പോ ലീവിന് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മാതാപിതാക്കളോ മറ്റോ ആരെങ്കിലും മരണപ്പെട്ടിട്ട് ആ മരണത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ എത്രയോ പ്രവാസികൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് പലപ്പോഴും കേൾക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെ നമ്മുടെ സമയം നമ്മുടെ കൺട്രോളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതും ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് മാത്രമാണ്. ഒരിക്കലും എംപ്ലോയിക്ക് മുതലാളിയുടെ ലീവ് പെർമിഷൻ വാങ്ങേണ്ട അവസ്ഥ എപ്പോഴും ഉണ്ടാവും. അതേ സമയത്ത് ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചോളം അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് നമുക്കുണ്ട്. നമുക്ക് മാത്രമല്ല ഒരു ബെനിഫിറ്റ്, നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഓണ്ടർപ്രണേഴ്സ് ആർ ദ വെൽത്ത് ക്രിയേറ്റേഴ്സ് ഓഫ് നാഷനിലാണ്. ഇവർ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിശ്ചയിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ഏറ്റവും കോൺട്രിബ്യൂഷൻ നൽകുന്നത്, എപ്പോഴും അവിടുത്തെ സമ്പത്തിനെ നിയന്ത്രിക്കുന്നതും അത് ഉണ്ടാക്കുന്നതും അവിടുത്തെ ഓണ്ടർപ്രണേഴ്സ് ആണ് എന്നതാണ്. ഒരു നാടിനെ സംബന്ധിച്ച് നാടിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യവും വികസന രാജ്യവും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു വികസിത രാജ്യം എന്നുള്ള അവസ്ഥയ്ക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സംരംഭങ്ങൾ വന്നാൽ മാത്രമേ അവിടെ ഒരുപാട് ജോലിക്കാർ വന്നുകൊണ്ടോ ഒരുപാട് സെൽഫ് എംപ്ലോയ്മെന്റ് വന്നുകൊണ്ടോ കാര്യമില്ല. ഇവിടെ ഒരുപാട് ഓണ്ടർപ്രണർഷിപ്പ് വരികയും ഇവിടെ തൊഴിലില്ലായ്മക്ക് വ്യക്തമായ പരിഹാരം ഉണ്ടാക്കാനൊക്കെ പറ്റുന്നത് ഇവിടെ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് വരുമ്പോഴാണ്. ടാക്സ് ഇനത്തിലായാലും എല്ലാ നിലക്കും രാജ്യത്തെ അടക്കം താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഓണ്ടർപ്രണേഴ്സ്. ആ രീതിയിലേക്കാണ് നമ്മൾ മാറേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഓണ്ടർപ്രണർ ആവുക എന്നുള്ളത് നല്ല കാര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കി, നമുക്കും രാജ്യത്തിനൊക്കെ ഉപകാരമുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എന്താണ് ഓണ്ടർപ്രണർ ആവാൻ വേണ്ടത്? അത് നല്ല കാര്യമാണ്, ഓക്കെ. പക്ഷെ അതാവണമെങ്കിൽ എന്ത് വേണം? സ്വാഭാവികമായിട്ടും അടുത്ത സംശയം അതാണ്. നമുക്ക് വേണ്ട റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാപിറ്റലാണ്, മൂലധനം. എന്തൊരു ബിസിനസ് തുടങ്ങിയാലും പല ആളുകളും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പണമില്ല എന്നുള്ള കാരണം കൊണ്ടാണ് പലപ്പോഴും ബിസിനസ്സിലേക്ക് പല ആളുകളും കടന്നു വരാത്തത്. നല്ല ഐഡിയ ഒക്കെ ഉണ്ടാവും, പക്ഷെ പലപ്പോഴും പണമില്ലാത്തതിന്റെ പേരിൽ അവർ ബാക്കിലേക്ക് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ഒരു സാഹചര്യം, ആവശ്യമുള്ള സംഗതി എന്ന ഐഡിയ ആണ്. നല്ല ഐഡിയ. പണം കയ്യിലുണ്ടാകുന്നത് മാത്രം കാര്യമല്ല. പല ആളുകളും പല ബിസിനസ് തുടങ്ങിയിട്ട് അവരുടെ ഐഡിയ ശരിയായില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആ പണം ചിലവാക്കിയ പണം മൊത്തം നഷ്ടപ്പെട്ടു പോവുകയും ആ ബിസിനസ് മൊത്തം നഷ്ടത്തിലാവുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് പോവാതിരിക്കാൻ നല്ലൊരു ഐഡിയ ഉണ്ടാവേണ്ടതുണ്ട്. പല ആളുകളും കരുതുന്നത് ക്യാപിറ്റലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് മൂലധനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്നാൽ അതിനേക്കാൾ അതേ സത്യത്തിൽ പറയുകയാണ്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മൂലധനത്തെക്കാൾ ഇമ്പോർട്ടന്റ് ഐഡിയക്കാണ്. നല്ല ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താനും ആ പണം കണ്ടെത്താനൊക്കെ മറ്റു മാർഗങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. പക്ഷെ ഐഡിയ അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഐഡിയക്കാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആവാൻ ആദ്യമായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് നല്ലൊരു ഐഡിയയാണ്. ഐഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഐഡിയ പരിചയപ്പെടുത്തി തരാനുണ്ട്. ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഒരു ഐഡിയ ഒരു 1+1+1 എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. 3 ഒന്നുകൾ കൂട്ടിയാൽ അത് 3 എന്നുള്ളതാണ്. എന്നാൽ ഒരു പ്രത്യേക സിനർജി അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ 3 വ്യത്യസ്ത ഐഡിയകളെ സമന്വയിപ്പിക്കുമ്പോൾ അതിൽ 111ന്റെ എഫക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനത്തെ ഒരു ഐഡിയ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 ഐഡിയകളെ പ്രത്യേക രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് 111ന്റെ 3ന് പകരം 111ന്റെ എഫക്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 111ന്റെ എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഐഡിയ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ, ആ ഐഡിയ സ്ട്രോങ് ആണെങ്കിൽ അത് നമുക്ക് നല്ല ഇൻവെസ്റ്റേഴ്സിന് പണം ഒരുപാട് നേരത്തെ പറഞ്ഞു. 4ാമത്തെ ഒരു കാറ്റഗറിയാണ് ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറി. ഒരുപാട് ആളുകളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ഈ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഇതിൽ ഓക്കെ ആണെങ്കിൽ അവർ ഈ ഒരു സംരംഭത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും, നമുക്ക് സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഇല്ലെങ്കിലും നമ്മൾ ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാനും അതിലൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം 21ാം നൂറ്റാണ്ടിലെ എല്ലാ ബിസിനസ്, ഓല, സ്വിഗ്ഗി ഒക്കെ പോലുള്ള ഡെലിവറി ആപ്പുകളായാലും അതുപോലെ ഓല പോലത്തെ ടാക്സി സർവീസുകളായാലും മറ്റുള്ള ഒരുപാട് ഓൺലൈൻ സിസ്റ്റം ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ വാട്സപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. വാട്സപ്പിലടക്കം വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഫേസ്ബുക്കിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരാണ് ഇതിനെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങളും വളർന്നു വരുമ്പോൾ പലപ്പോഴും മറ്റുള്ള ആളുകളാണ് അതിൽ ഇൻവെസ്റ്റ് ഐഡിയ ഇഷ്ടപ്പെട്ട ആളുകളാണ് അത് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് എന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളെ സംബന്ധിച്ചോളം ഐഡിയക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ 111ന്റെ ശക്തിയുള്ള ഐഡിയ ഏതാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു ഐഡിയ ആയിട്ട് വരുന്നതാണ്
ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന മേഖല. സ്വാഭാവികമായിട്ടും ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ആ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളോടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയിൽ വിധമായ മേഖലയിൽ ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ കേന്ദ്ര മിനിസ്ട്രിയിൽ വരുന്ന, സെൻട്രൽ ഗവൺമെന്റിൽ വരുന്ന ആയുഷ് മിനിസ്റ്ററായിട്ട് വരുന്ന, ആയുഷ് എന്ന് പറയുന്ന ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയുടെ മിനിസ്റ്ററായിട്ട് വരുന്നതിന് പുറമെ ബോർഡ്സിന്, തുറമുഖത്തിന്റെയും മറ്റൊക്കെ മിനിസ്റ്ററായിട്ട് വരുന്ന സർബാനന്ദ സോണോവാൾ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട്, ആയുഷ് ക്യാൻ പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മേക്കിംഗ് ന്യൂ ഇന്ത്യ എന്നാണ്. ഒരു പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ അത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിക്കാനുള്ളത് ആയുഷ് എന്ന് പറയുന്ന മേഖലയ്ക്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആയുഷ് എന്ന് പറയുന്ന ആ ഒരു മേഖലയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ പണ്ട് മുതലേ ആയുർവേദമായും മറ്റൊക്കെ ആളുകൾ അറിയപ്പെടുന്നതാണ്. ഇപ്പൊ അമേരിക്കയിലടക്കം ഒരുപാട് യോഗ സെന്ററുകളും മറ്റൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത് എല്ലാം ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ ബേസ് പോകുന്നത്. അതിന്റെ പുറമെ യുനാനി, സിദ്ധ, ഹോമിയോക്കെ എല്ലാം ഇന്ത്യയിൽ വലിയൊരു ഇടം തന്നെയുണ്ട്. അപ്പൊ ഈ ഒരു ആയുഷ് എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു പുതിയ ഭാരതമാക്കി മാറ്റാൻ അതിലെന്തായാലും ആയുഷിന് വലിയൊരു സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ബിസിനസ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആയുഷ് എന്ന് പറയുന്ന മേഖലയിൽ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഒരു ആയുഷ് മിനിസ്ട്രിയുടെ ഹെഡായിട്ട് നിൽക്കുന്ന സർബാനന്ദ സോണോവാൾ പറയുന്നത്. രണ്ടാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയാണ്. അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഏരിയയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ്. അപ്പൊ ആ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്, ഇന്ന് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മേഖല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയാണ്. കാരണം അത് കാലം കൊണ്ട് തെളിയിച്ചിട്ടില്ല, വളരെ പഴക്കം ചെന്നിട്ടുള്ള, കാലം കൊണ്ട് തെളിയിച്ചിട്ടില്ല, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, വളരെ ആളുകൾ ആദരിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. ഇന്ന് ലോകം മൊത്തം അംഗീകരിച്ചിട്ടുള്ള വലിയൊരു മേഖലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ മേഖലയിൽ അദ്ദേഹം ആൾറെഡി ട്രംസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം കൈവളിച്ചതാണ്. അദ്ദേഹം തന്നെ ആ വ്യക്തിത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖല ചെയ്തുകൊള്ളുക എന്നാണ്. മൂന്നാമത്തെ ഒരു മേഖല നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ സാധ്യതകളാണ്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് പറയാൻ യോഗ്യതയുള്ള മറ്റൊരു വ്യക്തിത്വമാണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ലോക കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഒരുപാട് കാലം നമ്പർ 1 ആയിട്ട് നിലനിന്നിരുന്ന, ഇന്ന് ഇലോൺ മസ്കും ജെഫ് ബെസോസും ഒക്കെ ആ പൊസിഷൻ ഏറ്റെടുത്തെങ്കിലും അവരെ ഇന്നും ആ ടോപ്പ് 10 നിലനിൽക്കുന്ന, ഒരുപാട് വർഷങ്ങളായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നുള്ള പേര് കേട്ടിട്ടുള്ള കോടീശ്വരന്മാർ, ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും പരിചയമുള്ള മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഓണമായിട്ടുള്ള ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വലിയ ബിസിനസ്മാൻ ആണ്, ലോക കോടീശ്വരനാണ്. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് കോടീശ്വരനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ബിസിനസ് അത് ഇന്റർനെറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് സാവധാനം ബിസിനസിന്റെ ആ ലോകത്തിൽ ഇങ്ങനെ പുറത്തായി പോകുന്നതാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ പല ഹോട്ടലുകളും മറ്റൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ സൗകര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഷോപ്പിൽ ഗൂഗിൾ പേ ഉണ്ടാവില്ല, മറ്റേ ഷോപ്പിലേക്ക് പോവാം എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഷോപ്പുകാരൻ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അതിൽ നിന്ന് മെല്ലെ മെല്ലെ ആ ഒരു ബിസിനസ് തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്റർനെറ്റ് വളരെ പവർഫുൾ ആയിട്ട് മേഖലയാണ്. അപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസിനെ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ബിൽ ഗേറ്റ്സ് നമുക്ക് ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ 3 വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അവരുടെയൊക്കെ മേഖലകൾ കൈ തെളിയിച്ചിട്ടുള്ള, അത് പറയാനായിട്ട് യോഗ്യതയുള്ള കുറച്ച് ആളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്ന് കരുതുക, പണം ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ മുമ്പിൽ ഒരുപാട് ആളുകളുടെ അഭിപ്രായം ചോദിക്കും, ഒരുപാട് അഭിപ്രായങ്ങൾ വരും. നമ്മൾ മുമ്പിൽ 3 അഭിപ്രായങ്ങൾ വന്നു. ഈ 3 അഭിപ്രായങ്ങൾ ഏത് എന്ന് ആലോചിച്ച് നമ്മൾ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ 3 ഐഡിയയും ഒരു പ്രത്യേക രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട്, ഒരു സിനർജി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന അതിനൂതനമായിട്ടുള്ള ഏറ്റവും സാങ്കേതികവിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയും, അതുപോലെ തന്നെ അത് വിൽക്കാനുള്ള ഒരു മാർഗമായിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗ്, അത് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ പ്രൊഡക്റ്റുകൾ വിറ്റയക്കുക എന്ന രീതിയിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഈ ഒരു കമ്പനി ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ 2014 ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. സ്വന്തം സ്ഥലത്ത്, ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത്, സ്വന്തം ബിൽഡിങ്ങിലാണ്, ഓൺ പ്രോപ്പർട്ടിയിലാണ് ഒരു വിവ ടവർ നിലകൊള്ളുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ റിസർച്ച് ഡെവലപ്മെന്റ്, ഒരു കമ്പനി തുടങ്ങുമ്പോൾ പലപ്പോഴും ഒരു ബിസിനസ് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കോസ്റ്റ് വരുന്ന ഒരു മേഖലയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതിന്റെ എല്ലാ കാര്യം നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള ബയോ ആക്റ്റീവ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്, ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഈ കമ്പനിയാണ് പരിപൂർണമായിട്ട് നമ്മുടെ എല്ലാവിധ റിസർച്ച് കാര്യങ്ങൾക്കുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിന്റെ ഒരു പഴമയുടെ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്
നമ്മളെ കമ്പനിയുടെ റിസർച്ച് ഡെവലപ്മെന്റ് എല്ലാം കമ്പനി കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അതിന്റെ ആധികാരികത സൂചിപ്പിക്കുന്ന കാര്യമാണ്, അല്ല മറ്റുള്ള വിഷയമാണ് മാനുഫാക്ചറിങ്. അതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് കോസ്റ്റ് വരാറുണ്ട്. ആ പ്രൊഡക്ഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ എല്ലാ പ്രൊഡക്റ്റുകളും കമ്പനി നേരിട്ട് തന്നെ ഉത്പാദിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രൊഡക്റ്റും നേരിട്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. പരിപൂർണമായിട്ടും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ക്വാളിറ്റികളും സ്റ്റാൻഡേർഡിലുമുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു 5.5 ലക്ഷം യൂണിറ്റുകൾ ഒരു മാസം, 5.5 ലക്ഷം പ്രൊഡക്റ്റുകൾ ഒരു മാസം ഉണ്ടാക്കാൻ അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ഫാക്ടറി തന്നെ ബാംഗ്ലൂരിൽ നെലമംഗല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ കമ്പനിക്കുണ്ട്. മൂന്നാമത്തെ ഒരു വിഷയമാണ് കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസിന്റെ ആധികാരികത സൂചിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ സർട്ടിഫിക്കേഷൻസ്, അതിന്റെ ഇന്റഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഈ ഒരു ആയുർവേദ എന്ന് പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ ആയുഷ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കേഷൻ ആണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനിയിലുള്ള ഐപ്പൾസ് പോലുള്ള പ്രൊഡക്റ്റുകൾ. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് 0 സൈഡ് എഫക്റ്റ് ആണെന്നുള്ളതും 100% നാച്ചുറൽ ആണെന്നുള്ളതും ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ ആണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ ആ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ കോഷർ, ഹലാല്, വെജിറ്റേറിയൻ ഒക്കെ പോലെ പല മതങ്ങൾക്കും ഉണ്ടാവുന്ന മതപരമായിട്ടുണ്ടാവുന്ന ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന സംശയങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട അതിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള അതിന്റെ ക്വാളിറ്റി അത് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് വളരെ ഹെൽത്തിയായ രീതിയിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അതിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും കോഷർ സർട്ടിഫൈഡ് പോലത്തെ വെജിറ്റേറിയൻ ഒക്കെ പോലുള്ള സർട്ടിഫൈഡ് പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് എന്ന ലോകാരോഗ്യ സംഘടന അടക്കം GMP റൂൾസ് പാലിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് GMP കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ISO സക്സസ് സർട്ടിഫൈഡ് ISO സർട്ടിഫിക്കേഷൻ ഉള്ള കമ്പനിയാണ്. SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അഥവാ നമ്മുടെ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ വെച്ച് ഓട്ടോമാറ്റ് ചെയ്തിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വലിയ വലിയ കമ്പനികൾ മാത്രമാണ് ഇങ്ങനത്തെ SAP ഒക്കെ പോലുള്ള സോഫ്റ്റ്വെയർ ആളുകൾ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ CII പോലുള്ള ഇന്ത്യയിലെ വലിയ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, വലിയ ഇൻഡസ്ട്രികൾ മാത്രം ചേർന്നിട്ടുള്ള അത്രയും ആധികാരികമായിട്ട് കമ്പനികൾക്ക് പങ്കെടുക്കുന്ന അതിൽ മെമ്പർഷിപ്പ് ഉള്ള കമ്പനി കൂടിയാണ് ഇൻഡസ്വിവ എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇത്രയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. ഒരുപാട് രാജ്യത്തെ ആളുകൾ കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ലിസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ മാത്രമാണ്, അതിനപ്പുറത്തേക്കും ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം രാജ്യങ്ങൾക്ക് സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് കയറ്റി അയക്കുന്നുണ്ട്. അമേരിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ബ്രസീലൊക്കെ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളിലേക്കും, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, നമുക്ക് കേരളത്തിൽ ഒരുപാട് ആൾക്ക് കണക്ഷൻസ് ഉണ്ടാവും മിഡിൽ ഈസ്റ്റിലൊക്കെ ഖത്തറൊക്കെ പോലുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് കയറ്റി അയക്കുന്നത് കൊണ്ട് തന്നെ ആ രാജ്യങ്ങളെല്ലാം നമ്മൾ പ്രൊഡക്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ എല്ലാ രാജ്യങ്ങളിലെ ആളുകളും ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇത്രയും വിശാലമായ ഈ ഒരു പ്രൊഡക്റ്റുകൾ ഇത്രയും രീതിയിൽ ആധികാരികമായ രീതിയിൽ പ്രൊഡക്റ്റുകൾ ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്നതാണ്. കാരണം ഐഡിയ നമുക്ക് ആൾറെഡി നമ്മൾ കമ്പനി തന്നെ ഐഡിയ പരിചയപ്പെടുത്തി, ആ ഐഡിയ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ആ രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യാവുന്നതാണ്. ബിസിനസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഓപ്ഷനാണ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിനെ പറ്റി നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാവിധ റിസർച്ച്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ മറ്റുള്ള പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ സർട്ടിഫിക്കറ്റ് ആവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ എല്ലാ വിഷയങ്ങളും പരിപൂർണമായിട്ട് കമ്പനി ആൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഐഡിയ സ്ട്രോങ് ആണെങ്കിൽ ആ ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ആൾറെഡി എല്ലാവിധ ഇൻവെസ്റ്റ്മെന്റും ആൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു രൂപയുടെ പോലും ചെലവ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഐഡിയയിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓണ്ടർപ്രണർ ആവാൻ നമുക്ക് വേണ്ട ക്യാപിറ്റലും അതുപോലെ തന്നെ ഐഡിയയും ഇവിടെ സെറ്റാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു ഓണ്ടർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ, സംരംഭകൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് സെല്ലിങ്ങിലുള്ള കഴിവ് തെളിയിക്കുക എന്നുള്ളത്. സെയിൽസ് മേഖല കഴിവ് തെളിയിച്ച ആളുകൾക്ക് എപ്പോഴും ഓണ്ടർപ്രണർഷിപ്പിൽ എപ്പോഴും വിജയിക്കാൻ പറ്റും. നമ്മുടെ മുകേഷ് അംബാനിയുടെ ഒക്കെ ഫാദറായിട്ട് ധീരുഭായ് അംബാനി സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നല്ല സെയിൽസ്മാൻ ആയാൽ മതി, ഓട്ടോമാറ്റിക് ഇവഞ്ച്വലി കാലക്രമേണ നിങ്ങൾ നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് മാറുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സെയിൽസ് മേഖലയിൽ ഇവിടെ ഓണ്ടർപ്രണർ ആയിട്ട് മാറാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സെയിൽസിൽ കഴിവ് തെളിയിക്കാനുണ്ട്. പക്ഷെ സെയിൽസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് ഓടി വരിക അതൊരു നല്ലൊരു ജോലിയല്ല, അതൊരു മോശപ്പെട്ട ജോലിയാണോ എന്നൊക്കെ പല ആളുകളുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ട്. സത്യത്തിൽ സെയിൽസ് വളരെ മാന്യമായ ഒരു പ്രവൃത്തിയാണ്. ആ സെയിൽസ് പലപ്പോഴും പല ആളുകളും വിചാരം സെയിൽസ് ചീറ്റിംഗ് ആണെന്നുള്ളതാണ്. ഒരാൾ ചതിച്ചുകൊണ്ടോ പറഞ്ഞു പറ്റിച്ചുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ട്, എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ആളെ പറ്റിച്ച് സെയിൽ ചെയ്യുന്ന, എങ്ങനെയും സെയിൽസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതല്ല യഥാർത്ഥ സെയിൽസ്.
രണ്ടാമതൊരു രീതിയാണ് ബെഗിങ്. പലരും വിചാരിക്കുന്ന സെയിൽസ് പറഞ്ഞാൽ ഒരു ആളുടെ മുമ്പ് യാചിക്കേണ്ടി വരുമോ, ആളുടെ മുമ്പ് കൈ നീട്ടേണ്ടി വരുമോ എന്നൊക്കെ പലരും വിചാരിക്കാറുണ്ട്. ഒരിക്കലും യാചനയല്ല സെയിൽസിന്റെ രീതി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തിലെ ഏതൊരു കമ്പനി എടുത്തു നോക്കിയാൽ, ഏത് ഓർഗനൈസേഷൻ എടുത്തു നോക്കിയാലും അതിന്റെ പ്രധാന വരുമാന മാർഗം അല്ലെങ്കിൽ അതിന്റെ വരുമാനം ഉണ്ടാക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിനും, ഈ ലോകത്ത് ഉള്ള ഒരു സ്ഥാപനത്തിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ്. സ്വാഭാവിക ഒരു സ്ഥാപനം അതിൽ നിന്ന് ലാഭം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും അവിടെ വരുമാനം ഉണ്ടാക്കേണ്ടത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരേ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ആയതുകൊണ്ട് തന്നെ ആ കമ്പനി സെയിൽസ് ചെയ്യുന്ന ആളുകളെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും വാല്യൂ ചെയ്യാറുണ്ട്. പലപ്പോഴും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കമ്പനിയുടെ സിഇഒ പോലും വളർന്നു വരാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഒരു സാധ്യതകളുള്ളതും ഏറ്റവും കഴിവുകളുള്ളതും കമ്പനി ഏറ്റവും മാനിക്കുന്നതുമായ മേഖലയാണ്. ഒരു വരുമാനം ഉണ്ടാക്കാൻ ഇൻസെന്റീവുകൾ അടക്കം ലഭിക്കുന്നൊക്കെ ഒരു മേഖലയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന മേഖല. അപ്പൊ ഈ സെയിൽസ് യഥാർത്ഥ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് സെല്ലിംഗ്, നേരത്തെ പറഞ്ഞു ചീറ്റിംഗ് അല്ല, ബെഗിംഗ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് യഥാർത്ഥ സെയിൽസ്? ഇൻഫോർമേറ്റീവ് സെല്ലിംഗ് എന്ന് പറയുന്ന യഥാർത്ഥ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുകയും കസ്റ്റമർക്ക് എനിക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടതെന്ന് അയാൾ ആവശ്യത്തിന് അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള ഒരു നോളജ് അദ്ദേഹം കൊടുക്കാൻ പറ്റുകയും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രൊഡക്റ്റ് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സെയിൽസ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇമേജ് മൊബൈൽസ് ഒക്കെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള മൈജി ഒക്കെ പോലത്തെ ഒരുപാട് മൊബൈൽ ഷോപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത ഫോണുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഏത് മൊബൈലാണ് വേണ്ടതെന്ന് അവിടുത്തെ സെയിൽസ്മാൻ നമുക്ക് പറഞ്ഞു തന്ന് കറക്റ്റ് മനസ്സിലാക്കി തരികയാണെങ്കിൽ നമുക്ക് എനിക്ക് ഈ ഫോൺ മതി, ഇതായിരിക്കും എനിക്ക് നല്ലതെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അത് കൊടുക്കാൻ കഴിയുമ്പോൾ അവിടെ വിജയം നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും അവർക്ക് സെയിൽസ് വന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഒരു വ്യക്തി കുട്ടിയുടെ ഓൺലൈൻ ക്ലാസ്സിന് ചെറിയൊരു ഫോൺ നോക്കി വന്ന വ്യക്തിക്ക് 1.5 ലക്ഷം രൂപ ഐഫോണാണ് കൊടുത്തു വിടുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാളെ അദ്ദേഹം ആ ഷോപ്പിലേക്ക് പോവുകയില്ല എന്നതാണ്. അപ്പോൾ സെയിൽസ് നടക്കുമായിരിക്കാം, അപ്പോൾ ലാഭം കിട്ടുമായിരിക്കാം, പക്ഷേ സ്വാഭാവികമായിട്ടും ആ സെയിൽസ് നിലനിൽക്കുകയില്ല എന്നതാണ്. നേരെ മറിച്ച് ഇൻഫോർമേറ്റീവ് സെല്ലിംഗ് ആണ് അതിന്റെ യഥാർത്ഥമായ രീതി. അപ്പൊ ആ രീതിയിൽ സെയിൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വ്യക്തമായ ധാരണ നമുക്ക് വേണം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ യൂണീക്ക് ആയിട്ടുള്ള, വളരെ മറ്റുള്ള ആർക്കും അവകാശപ്പെടാൻ നമുക്ക് ഇൻഡസ്ട്രിക്ക് മാത്രമുള്ള വളരെ യൂണീക്ക് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഐ കെയർ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് കമ്പനി ഇറക്കിയ പ്രൊഡക്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ ഒരു പ്രശ്നം വരുന്ന സമയത്ത്, രോഗം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അവരെ എല്ലാവരെയും കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന അവർക്ക് സ്ത്രീകളായിരിക്കും. പക്ഷെ സ്ത്രീകൾക്ക് പലപ്പോഴും പ്രശ്നം വരുന്ന സമയത്ത് അവരെ കെയർ ചെയ്യാൻ പലപ്പോഴും ആരും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അവർ ആ വിഷയങ്ങൾ പലപ്പോഴും പുറത്ത് കാണിക്കാറുമില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഒരു 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ആർത്തവിരാമമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ഹോർമോണൽ പ്രശ്നങ്ങൾ 35 വയസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 40-45 വയസ്സിലൊക്കെ ആ ഹോർമോൺ ഇംബാലൻസിന്റെ ഏറ്റവും പീക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഞങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ കമ്പനിയിൽ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ സ്ത്രീയാണെങ്കിൽ എന്താ വാങ്ങി ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് നിങ്ങൾ എപ്പോഴും കെയർ ചെയ്യുന്ന ആ സ്ത്രീകളെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അവർക്ക് വാങ്ങിക്കൊടുക്കലും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ ആളുകൾക്ക് എത്തിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിലൂടെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന 35 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾ കാണപ്പെടുന്ന ഹോർമോണൽ ഇഷ്യൂസ് ആവട്ടെ, അതുപോലെ തന്നെ മസിൽ ജോയിന്റും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വേദനകൾ, പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. വലിയൊരുക്കം പോലത്തെ, വലിയ തേയ്മാനം പോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ദേഷ്യം കൂടുന്നതൊക്കെ സമയമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതിന് കാരണം അവരുടെ സ്വഭാവ വൈകല്യമല്ല, ഒരിക്കലും അവരുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന് ആ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് സ്ട്രെസ് കുറക്കാനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് കിട്ടാനൊക്കെ അവർക്ക് അവരുടെ അനുഭവിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ, PCOD പോലത്തെ പ്രശ്നങ്ങൾ, തൈറോയ്ഡ് പോലത്തെ പ്രശ്നങ്ങൾ, വേറെയും ഒരുപാട് ഹോർമോൺ ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അണ്ടാശയ ക്യാൻസർ ഒക്കെ പോലത്തെ ക്യാൻസറുകൾ, അതുപോലെ തന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ആ പ്രശ്നങ്ങൾക്ക് ഒരു സ്ത്രീയുടെ സൗന്ദര്യ പ്രശ്നമടക്കം 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിപൂർണമായ ഒരു സൊല്യൂഷനാണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ വ്യക്തികൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള, അതേസമയം യാതൊരു കെമിക്കൽ യൂസ് ചെയ്യാതെ ഇൻക്യുമിൻ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ 4 കണ്ടന്റുകൾ ചേർത്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ശതാവരിയുടെ പേരൊക്കെ ലേഡീസ് വളരെ ഉപയോഗിക്കുന്ന സംഗതിയാണ് ശതാവരി. അതുപോലെ തന്നെ മഞ്ഞളിൽ നിന്നുള്ള കുർക്കുമിൻ, അതുപോലെ തന്നെ കുന്തിരിക്കം, അതുപോലെ തന്നെയാണ് നമ്മുടെ തകരയുടെ ഒക്കെ ഫാമിലി വരുന്ന വലേറിയൻ വല്ലിച്ചി എന്നൊക്കെ പറയുന്ന മറ്റൊരു വല്ലിച്ചി തകര എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വേറെയും ഒരുപാട് കണ്ടന്റുകൾ, മുള്ളാത്തൊക്കെ പോലെ ക്യാൻസറിനൊക്കെ ബെനിഫിറ്റ് ഒരുപാട് നമുക്ക് കേൾക്കുന്നുണ്ട്. അതിൽ ക്യാൻസറിന് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ എക്സ്ട്രാ എടുത്തുകൊണ്ട് ഇങ്ങനെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാച്ചുറലായ സോഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാവിധ പോഷകങ്ങളും നൽകുകയും അവരെ ഹെൽത്തിയാക്കി നിർത്താൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്ന. 1 ലിറ്ററിന്റെ ബോട്ടിലാണ് 3000
100 രൂപ 3097.5 രൂപയാണ് അതിന്റെ കൊറിയർ ചാർജ് അടക്കം നമുക്ക് കോസ്റ്റ് വരുന്നത്. 2920.5 MRP വരുന്നത്. അത് 30 ml 2 നേരം വെച്ചാണ് അവർ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തന്നെ അടുത്ത നമുക്ക് എല്ലാവർക്കും വളരെ ആവശ്യമുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് ഐഗ്ലോ എന്ന് പറഞ്ഞ കോസ്മെറ്റിക് പ്രൊഡക്റ്റ്. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പ്രായഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം. കാരണം സൗന്ദര്യം എന്ന് പറയുന്ന കാര്യത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കണ്ണാടികളില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല എന്നുള്ളത്. വീട്ടിൽ കണ്ണാടി ഉണ്ടെങ്കിൽ നിങ്ങൾ സൗന്ദര്യത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് കണ്ണാടികൾ. അപ്പൊ ആ കണ്ണാടികളുടെ മുമ്പിൽ നിന്ന് മാറാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഐഗ്ലോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് അകത്തേക്ക് കഴിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുന്ന രീതി വരുന്നത്. 4 ഫ്ലേവറുകളായിട്ട് ബ്ലാക്ക് ആൻഡ് സ്ട്രോബെറി, മാംഗോ, ഓറഞ്ച് എന്നുള്ള 4 വ്യത്യസ്ത ഫ്ലേവറുകളായിട്ട് 28 പീസുകളായിട്ടാണ് ബോക്സ് വരുന്നുണ്ടാവുക. ഇത് സാധാരണ ഭക്ഷണം കഴിച്ചൊരു 15 മിനിറ്റിന് ശേഷം നമ്മൾ 1 നേരമോ 2 നേരമോ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് കണ്ടന്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഉള്ളിലെ പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്ന് തെളിക്കുക എന്നുള്ള സത്യമാണ്. നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾ മേക്കപ്പ് ചെയ്തുകൊണ്ട് മാറ്റുമ്പോൾ നമ്മളെ ആ ഒരു സൗന്ദര്യ പ്രശ്നം കറക്റ്റ് പരിപൂർണമായിട്ട് മാറുന്നില്ല. അതിന് പകരം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന രീതിയിലുള്ള മേക്കപ്പ് അല്ല നമുക്ക് വേണ്ടത്. ഉള്ളിലേക്ക് കഴിച്ച് ഉള്ളിൽ നിന്ന് പ്രശ്നങ്ങൾ തീർക്കുന്ന രീതിയിലുള്ള ഒരു സൗന്ദര്യ വർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റ്. അതിലേക്ക് പ്രധാനപ്പെട്ട കണ്ടന്റ് കാശ്മീർ താഴ്വരകളിൽ വരുന്ന കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ അടക്കമുള്ള ഒരുപാട് നാച്ചുറൽ കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായം കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, മുഖത്ത് കാണുന്ന ചുളിവുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പാടുകൾ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ ഹെൽത്തി ആയ ഒരു സൗന്ദര്യമുള്ള സ്കിന്ന്, സൗന്ദര്യവും ആരോഗ്യവുമുള്ള സ്കിന്നാണ് നമുക്ക് ഐഗ്ലോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നൽകുന്നത്. ആയുഷ് സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഓരോ പ്രൊഡക്റ്റുകളും എടുത്ത് പറയുന്നില്ല. എല്ലാ പ്രൊഡക്റ്റുകളും ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റിനെ വെച്ച് ഭയമില്ലാതെ നാച്ചുറൽ ആയിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന പ്രൊഡക്റ്റുകളാണ്. അടുത്തൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ഐസ്ലിം എന്ന് പറയുന്ന ഒരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ആളുകൾ അനുഭവിക്കുന്ന മറ്റൊരു വലിയ, പ്രത്യേകിച്ച് മലയാളികളുടെ വലിയ പ്രശ്നമാണ് കുടവയറ് എന്ന് പറയുന്നത്. മാവേലിയുടെ കാലം മുതലേ നമ്മൾ കുടവയറിന് പ്രശസ്തരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വയറിനെ കുറക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഐസ്ലിം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു ഐസ്ലിമുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടി പലപ്പോഴും പല ആളുകളും പട്ടിണി കിടക്കുന്ന അവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുള്ള മറ്റൊരു പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും പല രീതികളിലും പട്ടിണി കിടന്നുകൊണ്ടോ മറ്റൊക്കെ വെയിറ്റ് കുറക്കുമ്പോൾ വെയിറ്റ് വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ള അവസ്ഥ. സോറി. അപ്പൊ ഈ ഒരു വെയിറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് വെയിറ്റ് കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു കയറുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് വെയിറ്റ് കുറക്കുന്ന സമയത്ത് വയറിൽ നിന്ന് വെയിറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും മുഖത്തൊക്കെ വെയിറ്റ് പോയി മുഖം ഒട്ടി പോകുന്ന ഒരു അവസ്ഥയും തോളലൊക്കെ പുറത്ത് ചാടുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ പലരും പറയാറുണ്ട്. ആള് ക്ഷീണിച്ചു പോയി എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചാലും സാധാരണ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടുന്ന ഒരു അവസ്ഥകളൊക്കെ പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ പലർക്കും എക്സസൈസ് ചെയ്യാൻ സമയമില്ലാത്ത ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ചുകൊണ്ട് എക്സസൈസിന് സമയമില്ല, അതുപോലെ തന്നെ പട്ടിണി കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി പരിചയപ്പെടുന്ന ഐസ്ലിം എന്ന് പറയുന്ന വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ്. നമ്മുടെ വെയിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി ഭക്ഷണത്തിന് പകരം കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണം, ഒരു മീൽ റീപ്ലേസ്മെന്റ് എന്നുള്ള ഒരു നേരത്തെ ഒരു പരിപൂർണ്ണ ആഹാരം എന്നുള്ള നിലയ്ക്കാൻ നിങ്ങൾക്ക് കഴിക്കാവുന്ന 4 ഫ്ലേവറുകളായിട്ട് വരുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് രാത്രി ഭക്ഷണത്തിന് പകരം വളരെ ടേസ്റ്റി ആയിക്കൊണ്ട് തന്നെ മനസ്സിഷ്ടപ്പെട്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ട് നിങ്ങൾ ചീത്ത ഫാറ്റിനെ ആദ്യം ബേൺ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. നല്ല ഫാറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങൾ നല്ല ഫാറ്റ് നൽകുകയും ചെയ്യുന്നതാണ്. ഒരു വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ബോഡി ഷേപ്പിലേക്ക് എത്തിക്കാനാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. നല്ല ഭക്ഷണം എത്ര കഴിച്ചാലും വയറ് മാത്രം ചാടി വരുന്നു, കയ്യിലൊന്നും വെയിറ്റ് ഇല്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ വെയിറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങൾ വെയിറ്റ് കൊണ്ടുവരികയും കറക്റ്റ് ആ ബോഡി ഷേപ്പിലേക്ക് ആണാലും പെണ്ണാലും അവിടെ ഒരു ബോഡി ഷേപ്പിലേക്ക് അവർ എത്തിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ്. ചീത്ത ഫാറ്റ് കളഞ്ഞുകൊണ്ട് നല്ല ഫാറ്റ് ആവശ്യമുള്ളത് നല്ല ഫാറ്റ് നൽകിക്കൊണ്ട് വളരെ ഹെൽത്തി ആയിക്കൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ നമ്മുടെ ബോഡി ഹെൽത്തിലേക്ക് കൊണ്ടുവരുന്ന തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഒരു ഐസ്ക്രീം എന്ന പ്രൊഡക്റ്റ്. രാത്രി ഭക്ഷണം വരെ കഴിച്ചുകൊണ്ട് ഒരു മാസം കൊണ്ട് 4 കിലോ മുതൽ നല്ല എക്സസൈസുള്ള ആളുകളാണെങ്കിൽ 10-12 കിലോ വരെയൊക്കെ കുറക്കുന്ന ആളുകളുണ്ട്. ആ കുറച്ച് വെയിറ്റ് തിരിച്ചു കൂടാത്ത രീതിയിൽ ആ കാരണത്തെ അടക്കം ക്ലിയറാക്കിക്കൊണ്ട് പ്രമേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവട്ടെ, ഭാവിയിൽ ഡയബറ്റിക് എന്ന് പറയുന്ന സ്റ്റേജിലാവട്ടെ, അതല്ല തൈറോയ്ഡ്, അതുപോലെ ടെൻഷൻ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നം കൊണ്ട്, ധന സംബന്ധമായ പ്രശ്നം കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ടും തടി കൂടാതെ ആ കാരണത്തെ ക്ലിയറാക്കിക്കൊണ്ട് നിർത്തിയാലും ഇതിന് തിരിച്ചു കൂടാത്ത രീതിയിൽ വെയിറ്റ് കൂട്ടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഐസ്ക്രീം പ്ലാറ്റംസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്.
അടുത്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത് ഇത് ആൾറെഡി പാറ്റന്റ് ആയിട്ട് നമ്മളെ കുറച്ചെല്ലാം പാറ്റന്റ്സ് ഒക്കെ എടുത്തിട്ടുള്ള പ്രൊഫഷണൽ പാറ്റന്റ് നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. അതിനു ശേഷം നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഐകോഫി എന്ന് പറയുന്ന പ്രമേഹ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിലടക്കം വളരെ കോമണായി മാറിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ബ്ലഡ് ഷുഗർ എന്ന് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേഹ രോഗം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം. അപ്പോൾ ബ്ലഡ് ഷുഗർ സപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരക സംഹിതയിൽ, ചരക മഹർഷി അഥവാ ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ചരക സംഹിതയിൽ ചരക മഹർഷി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മധുമേഹ അഥവാ പ്രമേഹം എന്ന രോഗത്തിന് വളരെ വ്യക്തമായ പരിഹാരം, ശരിയായ പരിഹാരം എന്ന് പറയുന്നത് ഏകനായകം എന്ന് പറയുന്ന ഹെർബാണെന്നുള്ളത്. ആ ഏകനായകത്തെ പറ്റി നമ്മുടെ കമ്പനി വളരെ വിശദമായിട്ട് പഠിക്കുകയും ഒരുപാട് അതിന്റെ സയന്റിഫിക് റിസർച്ചുകൾ നടത്തിയതിനു ശേഷം ആ ഏകനായത്തിലെ ആക്റ്റീവ് മോളിക്കൂൾ അഥവാ ഈ പ്രമേയത്തെ കൺട്രോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് കണ്ടെത്തുകയും അത് അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അതിന് സാലിസിറ്റൽ എന്ന് പേര് കൊടുത്ത് അത് നമ്മുടെ കമ്പനിയുടെ പേരിൽ പാറ്റന്റ് കൂടിയാണ്. അതിനെ കുറിച്ചിട്ട് പിന്നീട് ആ സാലിസിറ്റൽ ക്ലിനിക്കൽ ട്രയൽസ് നടത്തി ഗവൺമെന്റ് ക്ലിനിക്കൽ ട്രയൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യയിലടക്കം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ക്ലിനിക്കൽ ട്രയൽസ് നടത്തി ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ഒരു ഐകോഫിയിൽ ഉപയോഗിക്കുന്ന സാലിസിറ്റൽ എന്ന് കണ്ടത്. അപ്പോൾ ഈ സാലിസിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണ കോഫി ഉപയോഗിക്കുന്ന ലാഘവത്തോടു കൂടി രാവിലെയും വൈകുന്നേരവും നോർമൽ കോഫിയെ പോലെ മലയാളിയുടെ ശീലമായ ചായ കോഫി കഴിക്കുന്നത് പോലെ തന്നെ ഒരു നോർമൽ കോഫിയെ പോലെ രാവിലെയും രാത്രിയും കഴിച്ചുകൊണ്ട് കോഫിയുടെ ടേസ്റ്റിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ സാധാ നോർമൽ കോഫിയെ പോലെ തന്നെ കഴിച്ചുകൊണ്ട് അതേ സമയത്ത് കഫീൻ എക്സ്ട്രാ ആയിട്ട് ഇത് കളഞ്ഞുകൊണ്ട് കേട് വരുന്ന ഒരു കഫീൻ എന്ന ഭാഗം റിമൂവ് ചെയ്തുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐകോഫി. 2 വേരിയന്റിലാണ്, ബ്ലാക്ക് കോഫി, ക്രീമർ കോഫി എന്ന് പറഞ്ഞ 2 വേരിയന്റിലാണ് വരുന്നത്. പൊതുവെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആൾക്ക് ബ്ലാക്ക് കോഫിയും അതുപോലെ തന്നെ ക്രീമർ കോഫി, പാലിന് പകരം വൈറ്റ് ബീൻസ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ക്രീമർ കോഫി പോലെ പാൽ കോഫി പോലെ 2 വേരിയന്റിലാണ് വരുന്നത്. രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഓരോ പാക്കറ്റ് വീതം സാധാ കോഫി കഴിക്കുന്ന ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചുകൊണ്ട് നമ്മുടെ പ്രമേഹവുമായി അനുബന്ധമായി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, നരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂറോണിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ലിവർ, അതുപോലെ തന്നെ നിങ്ങൾ കൊളസ്ട്രോൾ, ഇങ്ങനത്തെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പലർക്കും കാണാറുണ്ട്. അതുപോലെ തന്നെ കാല് മുറിയൊക്കെ വന്നിട്ട് മുറി ഉണങ്ങാതെ കാല് മുറിച്ചു കളയുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ വാരിയും ഒരുപാട് രക്തം ഓടാതെ കാലൊക്കെ കറുത്തു വരുന്ന തൊട്ടാൽ അറിയാത്ത അവസ്ഥയിലേക്ക് മരവിപ്പിലേക്കും വേദനകളിലേക്കും ദാമ്പത്യപരമായ ഒരുപാട് പ്രശ്നങ്ങളിലേക്കും കണ്ണിന് തിമിരം പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അടി മുതൽ തല വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, അടിമുടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിലേക്കില്ല. അത് ഒരുപാട് രോഗങ്ങളുടെ സമന്വയമാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് നമ്മളെ കൺട്രോൾ ചെയ്യാനും അതിൽ നിന്ന് പല ആളുകൾക്കും ഗുളിക മരുന്നൊക്കെ നിർത്തിയിട്ട് വളരെ സേഫ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള മധുരമടക്കം കഴിക്കുന്ന അവസ്ഥയിലേക്ക് പോലും മാറാൻ പലപ്പോഴും നമ്മൾ ഐകോഫി എന്ന് പറഞ്ഞ സഹായിക്കും. ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് പോലും പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ പോലും കഴിച്ചു തുടങ്ങിയാൽ ഭാവിയിൽ ഷുഗർ വരാതിരിക്കാൻ പോലും കൺട്രോൾ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ കഴിച്ചു തുടങ്ങിയാൽ ഇത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ സാധാരണ കോഫി പോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, നമ്മളെ കഴിക്കുന്ന മരുന്നിന്റെ ഗുളികൾക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐകോഫി എന്ന് പറയുന്ന ഷുഗർ മാനേജ്മെന്റ് പ്രൊഡക്റ്റ്. അടുത്തൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ടിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അസൈബറി എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ബ്രസീലിൽ ആമസോൺ ഫോറസ്റ്റിലാണ്, പ്രധാനമായും ബ്രസീലിലൊക്കെയാണ് ഒരു ഫ്രൂട്ട് കണ്ടുവരുന്നത്. ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 60ഓളം സയന്റിഫിക് സ്റ്റഡീസ് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയുടെ നടത്തിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒറാക്ട് സ്കോറുള്ള അഥവാ ആന്റി ഓക്സിഡന്റ് വാല്യൂ ഉള്ള, നമ്മൾ ഇരുമ്പൊക്കെ തുരുമ്പൊടിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓക്സിജൻ ഫ്രീ റാഡിക്കലിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രെസ് പോലത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഒറാക്ട് സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത്. അഥവാ ആന്റി ഓക്സിഡൻസിന്റെ എത്രയും കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഈ ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ട് കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് വാല്യൂ ഉള്ള ഫ്രൂട്ടാണ് അസൈബറി എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇതിന്റെ പ്രത്യേകത പെട്ടെന്ന് മനസ്സിലാവാൻ 1027 കിലോ തണ്ണിമത്തൻ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വെറും 1 കിലോ അസൈബറി കഴിച്ചാൽ അത് ന്യൂട്രിയന്റ് ആവാവുന്നതാണ്. 1027 കിലോ തണ്ണിമത്തന് കിട്ടുന്ന അതേ ബെനിഫിറ്റ് വെറും 1 കിലോ അസൈബറിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അസൈബറി. പലപ്പോഴും ആപ്പിളുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, ആപ്പിള് ഡെയിലി ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഡോക്ടർ അകറ്റി നിർത്താന്നൊക്കെ പറയാറുണ്ട്. അത് ആ ആപ്പിളിന്റെ ഒറാക്ട് സ്കോർ തണ്ണിമത്തന്റെ 3 ഇരട്ടിയാണെങ്കിൽ ഇത് 1027 ഇരട്ടിയാണ് ഒരു ഐപ്പൾസിൽ ഉപയോഗിക്കുന്ന ഒരു അസൈബറി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട്. ഇത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഏജിങ് പരമായിട്ട് പ്രായം കൊണ്ടുണ്ടാവുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിൽ കാണാറുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയെ കണ്ടു കഴിഞ്ഞാൽ 72, 73 വയസ്സായി നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. ആ പ്രായത്തിന്റെ ആന്റി ഏജിങ്ങിന് ഏറ്റവും വലിയ എക്സാമ്പിൾ അത് തന്നെയാണ്. അപ്പൊ ഒരു ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് ശരീരത്തിൽ കാണുന്ന ആ ബുദ്ധിമുട്ടിനെ കുറക്കാൻ, പ്രായം കൊണ്ട് ശരീരത്തിൽ കാണുന്ന ആ പുറമേയുള്ള ബോഡിയുടെ അപ്പുറത്തേക്ക് ശരീരത്തിലെ ഓരോ അവയവങ്ങളടക്കം ഹെൽത്തിയാക്കി നിർത്താൻ സഹായിക്കുന്ന ആന്റി ഏജിങ് സപ്പോർട്ട് ഇതൊരു
പ്രൊഡക്റ്റ് ഒരു അസൈബറി എന്ന ഫ്രൂട്ടിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി, ഇപ്പോൾ കൊറോണ പോലത്തെ ഒരുപാട് വൈറസുമായി ബന്ധപ്പെട്ട് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, ഇമ്മ്യൂണിറ്റി എന്ന വാക്ക് നമ്മൾ ഒരുപാട് പരിചിതമായ വാക്കാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് അസൈബറി എന്ന് പറയുന്ന ഫ്രൂട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ലോകത്ത് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ്. അപ്പൊ ആ ഹൃദയത്തെ ഹെൽത്തിയാക്കി നിർത്താൻ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആന്റി ക്യാൻസർ സപ്പോർട്ടുകളൊക്കെ സയന്റിഫിക് പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുകൾ അത് ഈ ഫ്രൂട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നാസയുടെ ബഹിരാകാശ യാത്ര, അമേരിക്കൻ സ്പേസ് റിസർച്ച് ഏജൻസി ആയിട്ടുള്ള നാസയുടെ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി നാസയടക്കം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു AS10 എന്ന് പറയുന്ന സ്പേസ് ഡ്രിങ്ക് ഉണ്ട്. അമേരിസയൻസ് എന്ന കമ്പനിയുമായിട്ട് നാസയുമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പേസ് ഡ്രിങ്ക് അവര് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു അസൈബറി എന്ന് പറയുന്ന ഫ്രൂട്ടടക്കമുള്ള 10 ഫ്രൂട്ട്സുകളാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കമ്പനി ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കേൾക്കുന്ന സമയത്ത് അസൈബറി ഒന്ന് കഴിച്ചു നോക്കിയാൽ കൊള്ളാം, നല്ല ഫ്രൂട്ടാണെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ ഈ ഒരു അസൈബറി കൃഷി ചെയ്യാൻ മറ്റോ പറ്റുന്നില്ല. കാരണം ഇത് പ്രധാനമായിട്ടും ആ ഒരു നാട്ടിലാണ് അവൈലബിൾ. ബ്രസീൽ പോലുള്ള ആമസോൺ ഫോറസ്റ്റ് പ്രധാനമായിട്ട് അതിന്റെ ആ ഗുണത്തോടു കൂടി ലഭിക്കുകയുള്ളൂ. അത് തന്നെ നാട്ടിലേക്ക് ഇവിടെ എത്തിക്കാൻ, ഡ്രൈ ഫ്രൂട്ടായിട്ട് പോലും എത്തിക്കാൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, പെട്ടെന്ന് കേടുന്ന ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലും അവൈലബിൾ അല്ല. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു അസൈബറി മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് ഇറങ്ങുന്നുള്ളൂ. അതിന്റെ പേരാണ് നമ്മുടെ കമ്പനി ഇറക്കുന്ന കമ്പനിയുടെ ഏറ്റവും കൂടുതൽ കമ്പനി ഏറ്റവും സെയിൽസ് നടക്കുന്ന ഐപ്പിൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ ഐപ്പിൾസിന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15ഓളം ഫ്രൂട്ട്സ്, അസൈബറി അടക്കം 15ഓളം ഫ്രൂട്ട്സുകളിൽ നിന്നായിട്ട് ഒരു മനുഷ്യശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള വിറ്റാമിൻസ്, മിനറൽസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐപ്പിൾസ്. ശരീരത്തിന് ആവശ്യമായ കണ്ടന്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയർ വർക്കുകളെല്ലാം ശരീരത്തിൽ സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനാവശ്യമായ കണ്ടന്റുകൾ നൽകുക. കെമിക്കൽ സോഴ്സ് ഉപയോഗിക്കാതെ നാച്ചുറൽ സോഴ്സ് തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ശരിയായ രീതിയിൽ നടക്കാൻ തുടങ്ങുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കണ്ടന്റ് കിട്ടുന്ന നമ്മുടെ ദഹനം ക്ലിയർ ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ, കിട്ടുന്ന വിഷാംശങ്ങളെ ക്ലിയർ ആക്കാനുള്ള, വിഷമുക്തമാക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിന് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കണ്ടന്റുകൾ നൽകുന്നത് കൊണ്ട് തന്നെ ശരീരം ഹെൽത്തി ആയിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കണ്ടന്റ് നൽകുമ്പോൾ നാട്ടിൽ കാണപ്പെടുന്ന ഏകദേശം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ വിളിക്കുന്ന, ഡീജനറേറ്റീവ് ഡിസീസ് എന്നൊക്കെ വിളിക്കുന്ന ഇത്തരം ഡിസീസുകളൊക്കെ വരാതിരിക്കാൻ, ആ ഡെഫിഷ്യൻസി സ്റ്റേജിൽ നമ്മളെ രക്ഷപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന 15 ഫ്രൂട്ട്സുകളിൽ നിന്ന് മാത്രം വരുന്ന കണ്ടന്റുകൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കടക്കം സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. എല്ലാ പ്രൊഡക്റ്റുകളും 2995 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ അത് 1 ലിറ്ററിന്റെ ബോട്ടിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏത് രാജ്യത്തേക്കും കയറ്റിയേക്കാനുള്ള ക്വാളിറ്റിയും ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഈ പ്രൊഡക്റ്റുകളെല്ലാം സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിന്റെ ആധികാരികമായിട്ട് സംശയം ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ഒരുപാട് അതിന്റെ പബ്ലിക്കേഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഐപ്പിൾസിന്റെ പബ്ലിക്കേഷന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു ഐപ്പിൾസുമായി നടത്തിയ ക്ലിനിക്കൽ മറ്റുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തിയതിനു ശേഷം ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ട് അതിന്റെ ഒരു പബ്ലിക്കേഷൻ ആണ് സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ തന്നെ ഐകോഫിയുമായി ബന്ധപ്പെട്ടിട്ടും ഐസ്ലിമുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയാൽ വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇതെന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ക്ലിനിക്കൽ സ്റ്റഡീസ് ഒക്കെ നടത്തി, ക്ലിനിക്കൽ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് ക്ലിനിക്കലി വാലിഡേറ്റഡും പ്രൂവണൊക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ബെനിഫിറ്റുകൾ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വ്യക്തിക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു പ്രൊഡക്റ്റുകളുടെ സെയിൽസിലൂടെ നമുക്ക് നല്ല ഓണ്ടർപ്രണറായിട്ട് വളരാം എന്ന് നമ്മൾ പറഞ്ഞു. അതിനാവശ്യമായ ഐഡിയയും കാര്യങ്ങളെല്ലാം കമ്പനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു ഓണ്ടർപ്രണർ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ഐഡിയയും കമ്പനി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ട്രെയിനിങ് കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓരോ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്ന. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഈ ബിസിനസ് ധാരണ പരിചയപ്പെടുത്തി നിങ്ങൾ ക്ഷണിച്ചിട്ടുള്ള വ്യക്തിയെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ആദ്യം യൂസ് ചെയ്ത് ബോധ്യപ്പെടുക എന്നുള്ളത്. കേട്ട സമയത്ത് നിങ്ങൾക്ക് ചില പ്രൊഡക്റ്റുകൾ കേട്ടപ്പോൾ ഈ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നതാണ്. അതിനുശേഷം അത് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആവുക എന്നതാണ്. കമ്പനി സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് ബോധ്യമുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ മറ്റും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് പരിചയപ്പെടുത്തിക്കൊണ്ടതിന് ഭാഗമായിക്കൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കമ്പനിയുടെ ഒരു വിവാ റീറ്റെയിലർ ആയിട്ട് ഈ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള
ഒരു അനുമതി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വേറെ എക്സ്പെൻസുകളൊന്നും വരുന്നില്ല. നിങ്ങൾ കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് നിങ്ങളെ ബേസിക് അല്ലെങ്കിൽ KYC ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് കമ്പനി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വിവാ റീറ്റെയിൽ ആയിട്ട് മാറുകയും ഈ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് ഷെയർ ആൻഡ് റെക്കമെൻഡ് ചെയ്യുക, അവർക്ക് പരിചയപ്പെടുത്തി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ മലയാളികളുടെ പ്രത്യേക സ്വഭാവമാണ്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടാത്തായാലും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതി, ആ കാര്യങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ള സിസ്റ്റം. അപ്പൊ അതേ രീതി ഈ പ്രൊഡക്റ്റിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെയാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ മേഖല സെയിൽസ് മേഖലയിൽ അല്ലെങ്കിൽ ഹെൽത്ത് മേഖലയിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന്റെ മേഖലയിലൊക്കെ പരിചയമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. അവർക്ക് കമ്പനി അതിൻ്റെതായ ട്രെയിനിങ്ങും മറ്റൊക്കെ നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 3D സപ്പോർട്ട് സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ട്. ഒന്ന്, നിങ്ങളെ ഈ ബിസിനസ് ക്ഷണിച്ചുള്ള ആൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്പോൺസർ, അവർക്കറിയാം ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റിനെ കുറിച്ചും അതിന്റെ രീതികളൊക്കെ അളാതി അവർ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡസ് വ്യൂ എന്ന് പറഞ്ഞ ഈ കമ്പനി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാവും. നിങ്ങളുമായി ബന്ധപ്പെട്ട ഈ കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസ്, അതിന്റെ പ്രൊഡക്ഷന്, അതിന്റെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉറപ്പുവരുത്താൻ ഇന്ത്യയിൽ ഒട്ടാകെ ഡെലിവറി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി നേരിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് വൈബ്രന്റ് വ്യൂ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ നിലവിലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു 3 സിസ്റ്റവും, ഈ 3D സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് സാധാരണക്കാരനും ഇവിടെ വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ്സിനോട് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് വരുമാനം, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളുടെ കച്ചവടത്തിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. അതിന്റെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്രൊഡക്റ്റിന്റെ വീഡിയോസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, നിങ്ങളുടെ പരിചയത്തിൽ ഇപ്പൊ ഷുഗർ വന്ന് കാല് മുറിക്കാൻ വെക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം നിങ്ങൾ ഈ ഷുഗറിന്റെ ഐപ്പോക്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുക, മലയാളത്തിൽ വീഡിയോ അയച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് ഒരു ഫോളോ അപ്പ് കാൾ ചെയ്തുകൊണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊന്ന് കുടിച്ചു നോക്കുക, ഒരാഴ്ച കുടിച്ചാൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ കാല് സേവ് ചെയ്യാമല്ലോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ഷുഗറിന് ഇതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് ഫോളോ അപ്പ് കോൾ കൊടുത്തിട്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് താല്പര്യമുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്റ്റോർ ലിങ്ക് എന്ന് പറഞ്ഞ ഇ-കൊമേഴ്സ് ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് അവർക്ക് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് പ്രൊഡക്റ്റ് കമ്പനിയിൽ നിന്ന് നേരിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. കമ്പനിക്ക് അറിയാം നിങ്ങൾ ത്രൂ ആണ് സെയിൽസ് വരുന്നത് എന്നുള്ളത്, അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ആ ഒരു വ്യക്തി ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നേരിട്ട് കമ്പനിയിലേക്ക് പേയ്മെന്റ് ചെയ്തുകൊണ്ട് കമ്പനി അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ടുവന്ന് വിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് എന്നതാണ്. അപ്പോൾ സ്വാഭാവികം കൂടുതൽ സെയിൽസ് അടക്കം നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ കമ്പനി മറ്റൊരു ബോണസ് കൂടി കൂടുതൽ വെക്കുന്നത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു മാസം ഏറ്റവും കൂടുതൽ പുറത്ത് വിൽക്കുന്ന വ്യക്തിക്ക് കമ്പനി 50,000 രൂപ എക്സ്ട്രാ റീറ്റെയിൽ പ്രോഫിറ്റിന് പുറമെ എക്സ്ട്രാ 50,000 രൂപ നൽകുന്നുണ്ട്. സെക്കൻഡ് വരുന്ന വ്യക്തിക്ക് 25,000 രൂപ നൽകുന്നുണ്ട്. അതിന് പുറമെ പ്രോത്സാഹന സമ്മാനം എന്ന നിലക്ക് കൂടുതൽ പുറത്ത് വിൽക്കുന്ന ആളുകൾക്ക് 4 ആഴ്ച കൊണ്ട് 40 പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 4 പ്രൊഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. 24 പ്രൊഡക്റ്റ് വിൽക്കുന്ന 2 പ്രൊഡക്റ്റും 12 പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റും എല്ലാ മാസവും അല്ലെങ്കിൽ ഓരോ 4 ആഴ്ച കൂടുമ്പോഴും കമ്പനി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാ അവർക്ക് സ്ഥിരമായിട്ട് ഈ പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹെൽത്ത് ലഭിക്കാനുള്ള മാർഗം കൂടി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് അതിന്റെ ലാഭം കൂടി ഉണ്ടാക്കാനുള്ള മാർഗം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു കരിയർ ആയിട്ട്, ഒരു കരിയർ ചോയ്സ്, ഒരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു വരുമാനം അപ്പുറത്തേക്ക് ഒരു കരിയർ ചോയ്സ് പോലെ തന്നെ ഏറ്റെടുക്കാൻ പറ്റിയ മാർഗം കൂടിയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു മേഖല. ഈ ഒരു മേഖലയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അത് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും അത് സീരിയസ് ആയിട്ട് ഒരു കരിയർ എന്നുള്ള തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മേഖല ആയതുകൊണ്ട് അതിലുള്ള ഒരുപാട് റാങ്കുകൾ നമ്മൾ അച്ചീവ് ചെയ്ത് പോവുകയാണ്. ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് 16 റാങ്കുകൾ കമ്പനി ഉണ്ട്. ആ റാങ്ക് അനുസരിച്ച് നമ്മുടെ വരുമാനത്തിന്റെ എണ്ണവും കൂടി വരും. ഒരുപാട് ടൈപ്പ് വരുമാനങ്ങളും ഒരുപാട് രീതിയിലുള്ള വരുമാനങ്ങളും വലിയ വരുമാനമൊക്കെ വാങ്ങാൻ റാങ്കുകൾ അച്ചീവ് ചെയ്ത് ഒരു പ്രൊമോഷൻ ലഭിക്കുന്ന പോലെ നമ്മൾ അച്ചീവ് ചെയ്തും കയറേണ്ട റാങ്കുകളാണ്. അതിൽ ആദ്യത്തെ റാങ്കാണ് സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക്. ആ സ്റ്റാർ എന്ന റാങ്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 12 പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിലൂടെ നമ്മൾ ഒരു VR എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് വിവാ റീറ്റെയിലർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് വിവാ ബിസിനസ് ഓണർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാറാനും പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു വിവാ ബിസിനസ് ഓണർ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 12 പ്രൊഡക്റ്റുകൾ വ്യത്യസ്തരായിട്ടുള്ള 6 അതിലധികമോ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. ആദ്യത്തെ ആഴ്ച 4 ആഴ്ച സമയം കൊണ്ട് ചെയ്താൽ മതി. ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങളുടെ അങ്കിളും നിങ്ങളുടെ സുഹൃത്തിനും നിങ്ങൾ ഒരു 3 പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത ആഴ്ച നിങ്ങൾ ആന്റിക്ക് 2 പ്രൊഡക്റ്റ് കൊടുക്കുന്നു. അതിനടുത്ത ആഴ്ച നിങ്ങൾ കസിനും കൊളീഗിനും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നിങ്ങൾ ഓരോ 3 പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നു. അതിനടുത്ത ആഴ്ച നിങ്ങളുടെ അയൽവാസിക്ക് 2 3 4 പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നു. അങ്ങനെ ആഴ്ചയിൽ ഏകദേശം ഒരു 3 പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ പോലും 4 ആഴ്ച കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് 12 പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽക്കാവുന്നതാണ്. 4 ആഴ്ച കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 4 ആഴ്ച കൊണ്ട് ഒരു 12 പ്രൊഡക്റ്റ് വിൽക്കുന്നതോടെ നിങ്ങൾക്ക് സ്റ്റാർ എന്ന് പറയുന്ന ആ റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു സെഷൻ ആയിട്ടുള്ള VBO എന്ന് പറയുന്ന റാങ്കിലേക്ക് മാറാൻ പറ്റുന്നതാണ്.
അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ വരുമാന സാധ്യതകളും അതിലൂടെ തുറക്കപ്പെടുകയാണ്. പ്രൊഡക്റ്റ് വിറ്റ് ലഭിക്കുന്ന ഒരു ലാഭവും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ബോണസും എന്നതിന്റെ അപ്പുറത്തേക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഈ ഒരു 12 പ്രൊഡക്റ്റ് വിറ്റ് യുവ ബിസിനസ് ഓണറായി മാറുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ആവുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ആളുകളെ, പുതിയ വിആറുകളെ, പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകളെ കൂടുതൽ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നിങ്ങൾ പരിചയത്തിലുള്ള ഒരുപാട് ആളുകളിലേക്ക് ഒരു ബിസിനസ് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവർക്ക് വരുമാന മാർഗം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ അതേഴ്സ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരു വരുമാന മാർഗം ആക്കി കൊടുക്കാൻ കൂടി നമുക്ക് ഇതിലൂടെ പറ്റുന്നുണ്ട്. അപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മാസം 10,000 20,000 50,000 രൂപക്ക് വരുമാനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബിസിനസ് സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത് VBO ആകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു എക്സ്ട്രാ ഓപ്ഷൻ ആണ്. അങ്ങനെ അവരെയും നമ്മളെപ്പോലെ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്ക് അച്ചീവ് ചെയ്യാൻ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ സഹായിച്ചു കൊടുത്താൽ അവരും ഒരു 10-12 പുറത്തേക്ക് വിൽക്കാൻ തുടങ്ങിയാൽ അവർക്ക് മാസം ഏകദേശം ഒരു 10,000 രൂപക്ക് വരുമാനം വന്ന് തുടങ്ങുന്നതോ നിങ്ങളുടെ അവർക്ക് വരുമാന മാർഗം ആകുന്നു മാത്രമല്ല അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിന് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കമ്മീഷനും കൂടി അതിലൂടെ ലഭിക്കും. അതുകൊണ്ട് വലിയ വരുമാനവും നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അവരുടെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ വരുമാനവും കൂടി വരും എന്നുള്ളതാണ്. അപ്പൊ വലിയൊരു ടീമിനെ സെയിൽസ് നടക്കാൻ പറ്റും, വലിയ ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സെയിൽസിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന് 20% നിങ്ങളുടെ റിട്ടേൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ മാത്രമല്ല നിങ്ങൾ ടീമിൽ നടക്കുന്ന കച്ചവടത്തിന് അവർക്ക് 20%, നിങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ ആയിക്കൊണ്ട് 5% ആ നെറ്റ്വർക്കിൽ നടക്കുന്ന സെയിൽസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സെയിൽസിന്റെ ടീം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ റാങ്കുകളൊക്കെ മാറുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വേറെയും ബോണസുകൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബിസിനസ് ഓപ്പണിംഗ് ബോണസ്, ഇൻക്യുബേറ്റർ ബോണസ്, ഡുവൽ ടീം ബോണസ്, ഒരുപാട് ബോണസുകളുണ്ട്. ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് സെഷനിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതിൽ റാങ്ക് മെയിൻസ് ബോണസ് ഒരു എക്സാമ്പിൾ മാത്രം പറയാം. നിങ്ങളുടെ ടീമിൽ നിന്ന് സ്ഥിരമായിട്ട് 40 പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന 2 ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും 40 പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന രീതിയിലേക്ക് വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ കമ്മീഷൻ ലഭിക്കുന്നതിന് പുറമെ കമ്പനി ഒരു ഫിക്സ്ഡ് ആയിട്ട് സാലറി ഒക്കെ പോലെ ലഭിക്കുന്ന എമൗണ്ട് ആണ് റാങ്ക് മെയിൻറ്റൻസ് ബോണസ് എന്ന് പറയുന്നത്. ഒരു പെർഫോമൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റാങ്കിന്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി നൽകുന്ന ഒരു ബോണസ് ആണ്. 5,000 രൂപ വീക്കിലി വെച്ചുകൊണ്ട് മാസം 20,000 രൂപ ബേസിക് ആയിട്ട് ലഭിക്കുന്നതിലൂടെ നിങ്ങൾ ചെറിയ സെയിൽസ് കൂടി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 60,000 മുതൽ 75,000 രൂപയൊക്കെ ഒരു മാസം വരുമാനം വാങ്ങാൻ പറ്റുന്ന റാങ്ക് കൂടിയാണ് എക്സിക്യൂട്ടീവ് റാങ്ക് ആയിട്ടുള്ള റൂബി എന്നൊക്കെ പറയുന്ന റാങ്ക്. അപ്പൊ ആ റാങ്കിലേക്കൊക്കെ എത്തുമ്പോൾ ലഭിക്കുന്ന ബോണസാണ് റാങ്ക് മെയിൻറ്റൻസ് ബോണസ് പോലത്തെ ഒരുപാട് ബോണസ്. ഒരു 6 മാസം മുതൽ ഒരു കൊല്ലം കൊണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് അച്ചീവ് പറ്റുന്ന റാങ്കിലാണ്. വേറെ ഒരുപാട് ബോണസുകൾ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ കാരണം കൊണ്ട് നിങ്ങളെ കോപ്ലിക്കറ്റ്, നിങ്ങളുടെ വൈഫ് ആവട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആവട്ടെ, അവർക്ക് പോലും കമ്പനി ഒരു പ്രത്യേക റാങ്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം 50,000 രൂപ കൊടുക്കുന്ന ഒരു ബോണസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വേറെയും ഒരുപാട് ബോണസുകൾ ഈ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരുന്നതിനനുസരിച്ച് റാങ്കുകൾ മാറുന്നതിനനുസരിച്ചൊക്കെ ഒരുപാട് ബോണസുകൾ ലഭിക്കും. അതൊക്കെ ട്രെയിനിങ്ങിൽ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. നമുക്ക് വീക്കിലി ആണ് ഇവിടുത്തെ ബോണസ് എല്ലാം കാൽക്കുലേറ്റ്, മാസാവസാനം കാത്തിരിക്കാൻ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു ബിസിനസ് കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം എങ്ങനെയാണ്, എത്ര സമയം കൊണ്ട് എത്ര രീതിയിൽ വളരാൻ പറ്റുന്ന സംശയം ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ ഒരു 3 മാസം ഈ ബിസിനസ് ടെസ്റ്റിംഗ് ഉള്ളതാണ്. ഈ ബിസിനസ് അതിനോട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ 3 മാസം നമ്മൾ സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവും. ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർ 500 എന്ന് പറയുന്ന കമ്പനി റാങ്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്ക് പറഞ്ഞു. അതിനുശേഷമുള്ള 3ാമത്തെ ഒരു റാങ്കാണ് സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്ക്. ഈ റാങ്കിലേക്ക് നിങ്ങൾക്ക് വെറും 3 മാസം കൊണ്ട് എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 3 മാസം ഓരോ വ്യക്തികൾക്ക് ഓരോ കഴിവായിരിക്കും. അവരുടെ ചെയ്യുന്ന രീതികൾ, ചെലവഴിക്കുന്ന സമയം ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചിട്ട് ഒരു 3 മാസം കൊണ്ടാണ് നിങ്ങൾ ഏകദേശം ഒരു 500 എന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 1000 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ കോടീശ്വരനാവാനോ ലക്ഷങ്ങൾ വരുമാനം വാങ്ങാനുള്ള ബിസിനസ് അല്ല ഈ ഒരു ബിസിനസ്. ഒരു 3 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തുണ്ടാക്കേണ്ട ബിസിനസ്സാണ്. 3 വർഷം നിങ്ങൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 1 ലക്ഷം വരെ വരുമാനം വാങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗ്രോത്ത് ആണെന്നതാണ്. അപ്പോൾ 3 വർഷം ചെയ്യുകയാണെങ്കിൽ ആഴ്ച 1 ലക്ഷം, മാസം ഒരു 4-5 ലക്ഷം രൂപയൊക്കെ വരുമാനം വാങ്ങുന്ന അവസ്ഥയിലേക്ക് വളരാൻ ഏകദേശം ഒരു 1000 ദിവസം മതിയാവും. അതിന് നിങ്ങളുടെ കഴിവ് ഓക്കെ ആണെന്നുള്ളത് 3 മാസം നിങ്ങൾ വർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 500 റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ എത്ര സമയം എടുത്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കും. അതിനൊരു എക്സ്പെക്റ്റഡ് ഗ്രോത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വളരാനും ഈ ബിസിനസ് വന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എംപ്ലോയി സെൽഫ് എംപ്ലോയി സാധാരണക്കാർ നിൽക്കുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരു ബിസിനസ്മാൻ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറാൻ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ കമ്പനി. നമ്മുടെ നാട്ടിലുള്ള 95% ആളുകൾ, അപ്പൊ 100 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ 95 കോടി ആളുകളും ചെയ്യുന്നത് ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയി എന്ന മേഖലയിലാണെങ്കിൽ വെറും 5 കോടി ആളുകൾ മാത്രം വരുന്ന, അല്ല 5% മാത്രം ആളുകൾ വരുന്ന മേഖലയാണ് ബിസിനസ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറി. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറാൻ സഹായിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ പ്രോസസിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും. അങ്ങനെ മാറിയിട്ടുള്ള ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് പറയുകയാണെങ്കിൽ
കഴിഞ്ഞ 9 വർഷം കൊണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ശേഷം 9 വർഷമായി 10ാമത്തെ വർഷത്തിലേക്ക് കടന്നുള്ളത്. ഈ ഒരു 10 വർഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ 9 വർഷം കൊണ്ട് കമ്പനി ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളായിട്ട് 31 ഡിസംബർ 2000-നുള്ളിലായിട്ട് 78 കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. ഈ ബിസിനസ് ചെയ്തുകൊണ്ട് 1 കോടി രൂപ മുതൽ 12 കോടി രൂപ വരെ വരുമാനം വാങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കേരളത്തില് 17ഓളം ആളുകൾ 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഉണ്ടെങ്കിൽ നമുക്കുള്ള ബിസിനസ് സാധ്യതയാണ് നമ്മൾ മുന്നിൽ തുറന്നു കാണിക്കുന്നത് എന്നതാണ്. പ്രാക്ടിക്കലി തെളിയിച്ചുള്ള കമ്പനിയാണ്. ഇനി കമ്പനിയുടെ അടുത്ത ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ കമ്പനി കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത 2030 കൂടിയിട്ട് 1000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നതാണ്. 1000 കോടീശ്വരന്മാർ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് കമ്പനി ഇപ്പോൾ അടുത്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അതിലൊരാളാവാൻ, ആ 1000 ഇപ്പോൾ 78 ആൾ വന്നിട്ടുണ്ടെങ്കിൽ അത് 1000ത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിലൊരാളാവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ് എന്നതാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾ വിധി നിർണ്ണയിക്കുന്നത് എന്നാണ് ആന്റണി റോബിൻസിന്റെ പ്രശസ്തമായ കോട്ടിംഗ് ആണ്. അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട എല്ലാവിധ യൂണിവേഴ്സിറ്റികൾ പഠന വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന സബ്ജക്ട് കൂടിയാണ് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റിയും ഇന്ന് ഗവൺമെന്റ് അടക്കം വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ അടക്കം ഇതൊരു പഠന വിഷയമാക്കി മാറ്റാനുള്ള കാരണം, ഗവൺമെന്റ് പോലും ഈ മേഖല ഒരുപാട് സപ്പോർട്ടൊക്കെ കൊടുക്കാനുള്ള കാരണം ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അത്രയും തൊഴിലായ്മക്കും മറ്റൊക്കെ ഒരുപാട് പരിഹാരം നൽകാൻ പറ്റുന്ന വലിയൊരു മേഖലയായിട്ട് ഗവൺമെന്റ് പോലും ഇതിനെ തിരിച്ചറിഞ്ഞു. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യസ്ത യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി അടക്കം ഒരുപാട് യൂണിവേഴ്സിറ്റി പഠന വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചോളം അത് വെറും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല. കാരണം അങ്ങനെയൊക്കെ പഠന വിഷയമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വരുമാന മാർഗം, ഒരു ജോലി എന്നതിന്റെ അപ്പുറത്തേക്ക് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ നമുക്ക് സഹായിക്കുന്ന ഇതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എയർ ഏഷ്യയുടെ ഓണറായിട്ടുള്ള ടോണി ഫെർണാണ്ടസ് എന്ന വ്യക്തി പറയുന്നുണ്ട്, ഞാൻ എന്റെ ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്റെ അമ്മ എന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൂടെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ഈ മേഖല ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തിത്വം തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു സാധാരണക്കാരൻ ബിസിനസ്മാൻ, എല്ലാ ആംഗിളിലും ഒരു ബിസിനസ്മാൻ ആക്കി മാറ്റുന്ന മേഖലയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു ബിസിനസ് ഒക്കെ അതിന്റെ അപ്പുറത്തേക്ക് കമ്പനി വളരെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടിന്, നമ്മൾ കമ്പനി വളരുമ്പോൾ കൂടെയുള്ള നാട് വളരുക, നാഷണൽ കൂടെ വളരണം എന്നുള്ള ഉദ്ദേശത്തിൽ കമ്പനി ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് റൈറ്റ് കോസ് എന്ന് പറയുന്ന ഗിവിംഗ് ബാക്ക് ടു നാച്ചർ എന്ന് പറയുന്ന ഒരു ഗ്രീൻ പ്ലാനറ്റ് ഇനിഷ്യേറ്റീവ് കമ്പനിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റുകളുടെ കൂടെയുള്ള കമ്പനി വിത്ത് നൽകുന്നുണ്ട്. ആ വിത്തുകൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ പ്രകൃതിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റാൻ, കൂടുതൽ മരങ്ങൾ നട്ടു വളർത്താനൊക്കെ നമുക്ക് ഇവിടെ കാരണമാവുന്നുണ്ട്. വേറെയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഭാഗമാവാൻ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുകയാണ്. ഈ ഒരു കമ്പനിയുടെ ഭാഗമാവാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബേസിക് അല്ലെ KYC, നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്ബുക്ക് പോലുള്ള ബേസിക് ഡീറ്റെയിൽസ് നൽകുകയും കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നോമിനി അടക്കമുള്ള കാര്യങ്ങൾ അവ പറയുകയും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, അഡ്രസ് എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ID നമ്പറും പാസ്വേഡും ലഭിക്കുന്നു. ആ ID ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കസ്റ്റമേഴ്സിന് സംസാരിച്ച് കസ്റ്റമർക്ക് ലിങ്ക് അയച്ചുകൊണ്ട് കസ്റ്റമറെ കൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഈ കമ്പനിയുടെ വരുമാനം വാങ്ങി തുടങ്ങുകയാണ്. വെറും ജസ്റ്റ് 4-5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ചെറിയൊരു പ്രോസസ്സ് മാത്രമാണ്. ഒരു ബിസിനസ് തുടങ്ങുന്ന യാതൊരു നൂലാമാലകളും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കാവുന്നതാണ്. അങ്ങനെ ഈ ബിസിനസ് ആരംഭിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയ പ്ലാനിങ്ങോടുകൂടി തന്നെ ചെയ്യേണ്ട ബിസിനസ്സാണ്. നിങ്ങൾ നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ 1000 കോടീശ്വരന്മാർ കമ്പനി ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഭാഗമായിട്ട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ തൊട്ടടുത്ത 2 ദിവസം, ഇന്ന് നാളെയും മറ്റന്നാൾ നിന്ന് വരുന്ന 2 ദിവസം കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് BBO എന്ന് പറയുന്ന കൂടുതൽ ആളുകൾക്ക് അവസരം നൽകാനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ഒരു അപ്ഗ്രേഡേഷൻ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് 12 പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾ തയ്യാറാക്കുക. അങ്ങനെ വളരെ സ്മാർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് നല്ല വിജയം ഈ ബിസിനസ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. Thank you, sir. Thank you so much. Vice Chair, sir, such a great, wonderful presentation. ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളെ ഈ ഒരു ആശയത്തിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. താങ്ക് യു, സർ. താങ്ക് യു സോ മച്ച്. സോ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ട സമയത്ത്, ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് കേട്ട സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. ഇന്ന് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഇന്ന് ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇതിലെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമുക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ അവൈലബിൾ ആണ്. സോ ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിൽ കിട്ടിയ ഒരു റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന് ഇവിടെ ഒരു മാഡം അവൈലബിൾ ആണ്. സോ നമുക്ക് ഹൃദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ആ മാഡത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്സസ് ഷാഹിദ മാഡം, മോസ്റ്റ് വെൽക്കം. ഹലോ സാർ, എന്റെ വോയിസ് ഓഡിയബിൾ ആണോ? ഓക്കെ, കേൾക്കാം. ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് ഷാഹിദ. സ്വദേശം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്.
ഞാൻ കമ്പനിയുടെ അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐപൾസ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എനിക്ക് ബാക്ക് പെയിനിന്റെ അസുഖമായിരുന്നു. ഏകദേശം 4 വർഷത്തോളം പഴക്കമുള്ള അസുഖമായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു, ഇംഗ്ലീഷ്, ഹോമിയോ, ആയുർവേദിക്. ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ ആ മെഡിസിൻ യൂസ് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ ആ അസുഖം വീണ്ടും എന്നെ തേടിയെത്തും. ഞാൻ ഓൾറെഡി ടൈലറിങ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഡോക്ടർ പറഞ്ഞു ടൈലറിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലേ നിങ്ങളുടെ അസുഖം മാറുള്ളൂ എന്ന് പറഞ്ഞു. ടൈലറിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി, എന്നിട്ടും അസുഖം അതേപോലെ തന്നെ. അപ്പോഴാണ് ഞങ്ങളുടെ അയൽവാസിയായ ഷിഹാബുദ്ദീൻ സർ വഴി ഈ ഒരു ഐപൾസ് വീട്ടിലെത്തുന്നത്. ഐപൾസ് ഒരു ബോക്സ് ഉപയോഗിച്ചപ്പോൾ തന്നെ എന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി. കാരണം ബാക്കിൽ ഒരു നീർക്കട്ട പോലെയായി കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് ഐപൾസ് ഉപയോഗിച്ചപ്പോൾ പൂർണ്ണമായിട്ടും മാറി. ഇന്ന് ഏകദേശം 1.5 വർഷത്തോളമായി ആ ഒരു അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു ടൈലറിങ് ഇപ്പോൾ എന്റെ ആവശ്യത്തിനുള്ള ടൈലറിങ് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് ഇൻഡസ്ട്രി. Okay, thank you so much, Shahida madam, for your valuable experience. So ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഐകോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി തന്നിരുന്നു. സോ ആ ഐകോഫി യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഇവിടെ അവൈലബിൾ ആണ്. മിസ്റ്റർ അജിത് കുമാർ സർ, മഞ്ചേരി. മോസ്റ്റ് വെൽക്കം. താങ്ക് യു സാർ. സൗണ്ട് ഓഡിബിൾ അല്ലേ? ഓക്കെ, ഓഡിബിൾ ആണ്. ഗുഡ് ഈവനിങ് ഓൾ. പേര് അജിത് കുമാർ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശിയാണ്. ഞാൻ ഐകോഫി എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിലവിൽ ഞാനൊരു ലോറി ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയത്താണ് രാത്രി ഉറക്കമൊഴിച്ച് വണ്ടി ഓടിക്കാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത് ഷുഗർ ചെക്ക് ചെയ്തപ്പോഴാണ് 370 ഉണ്ട്. ഒരുപാട് ഗുളികൾ മാറി മാറി കുടിച്ചു. ഗുളികേന്റെ അളവ് കൂട്ടുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാതെ നിൽക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ക്രിയാറ്റിന്റെ അളവ് അമിതമായി മെഡിസിൻ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ക്രിയാറ്റിന്റെ അളവ് കൂടി 2.9 എത്തി. ഇൻസുലിൻ ചെയ്യണം എന്ന് പറയുന്ന സമയത്താണ് ഞാൻ ഐകോഫി എന്ന പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത്. ഒരു 3 മാസം ഉപയോഗിച്ചു. ചെക്ക് ചെയ്തപ്പോൾ 370 ഷുഗർ ഉള്ളത് നോർമൽ ലെവല് 112 ലെവലിലേക്ക് എത്തി. അതിന്റെ കൂടെ ക്രിയാറ്റിൻ 2.9 ഉള്ളത് 1.4 നോർമൽ ലെവലിലേക്ക് എത്തി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റ് ആവശ്യക്കാര് കറക്റ്റ് ആയിട്ട് വാങ്ങി ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഷുഗറിനോടനുബന്ധിച്ചുള്ള ഒരുപാട് മറ്റുള്ള കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അത് എനിക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്ന റെയിം സാറിനും ഇന്ത്യസിവ എന്ന നമ്മുടെ കമ്പനിക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഇന്ത്യസിവ. Okay, thank you so much, sir. Thank you so much for your valuable experience. So friends, ഈ ഒരു അവസരത്തിനെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആധികാരികത നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ എക്സ്പീരിയൻസിൽ. സോ ഇന്ന് ഫൈസർ ഈ ഒരു അവസരത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുകയുണ്ടായി, ഇതൊരു സംരംഭമായിട്ട് അല്ലെങ്കിൽ ഇതൊരു കരിയർ ഒക്കെ ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതിന് നമുക്ക് ഇന്നൊരു ലീഡിംഗ് ഒരു സംരംഭകൻ നമുക്ക് ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായിട്ട് ഇന്ന് കമ്പനിയിലെ റൂബി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിസ്റ്റർ ഷിഹാബുദ്ദീൻ സാറെ വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഷിഹാബ് സർ, വെൽക്കം. താങ്ക് യു മിദ്ര സാർ. എന്റെ വോയിസ് ഓഡിബിൾ ആണോ സാറേ? യെസ്, ഓക്കെ ആണ്. ഓക്കെ. മിദ്ര സാറിന്റെ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി. പേര് ഷിഹാബുദ്ദീൻ എന്നാണ്. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. 13 വർഷമായി ഓട്ടോറിക്ഷ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പ്രയാസപ്പെടുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ സുഹൃത്തിന് അവസരം എന്നെ കേൾപ്പിക്കുന്നത്. സുഹൃത്തിനെ വിശ്വസിച്ചു കയറിയുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വളരെ പ്രൗഡാണ്. കാരണം ഒരുപാട് മേഖല ചെയ്തിട്ടുണ്ട്. ഏകദേശം 38-39 വയസ്സിലേക്ക് കടന്നു കഴിഞ്ഞു. പല മേഖലയും ചെയ്തിട്ടുണ്ട്. ഇവൻ ഗൾഫിൽ പോലും പോയിട്ടുണ്ട്. ഈ ഒരു ഗൾഫിൽ പോയ സമയത്ത് എനിക്ക് ഒരു മാസം കിട്ടിയെന്ന വരുമാനം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആത്മാർത്ഥമായി ഏറ്റെടുത്തു. ഇന്ന് ഞാൻ പറയുന്ന സമയത്ത് കുറഞ്ഞ മാസങ്ങളായിട്ട് എനിക്കൊരു മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ശരാശരി വരുമാനം എന്ന് പറയുന്നത് 70,000 രൂപക്ക് മുകളിലാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, ഒരു 10ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് വളരെ പ്രൗഡാണ്. കാരണം ഞാൻ ഈ സംസാരിക്കുന്നത് ലാപ്ടോപ്പിന്റെ സാന്നിധ്യത്തോടു കൂടിയാണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറിന്റെയോ കീബോർഡോ മൗസ് പോലും കൈകൊണ്ട് തൊടാത്ത വ്യക്തിയായിരുന്നു. ഈ ഒരു കമ്പനിയുടെ വൈബ്രന്റ് ഇവ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി ഏറ്റെടുത്തു. അപ്പൊ എന്നെ പോലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറ്റിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കേട്ടിട്ടുണ്ടാവും. ആരാണ് ഈ ഒരു അവസരം നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല, അവരുടെ കൈകൾ മുറുകെ പിടിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഇൻഡസ്ട്രി. Okay, thank you so much, Shihabuddin sir, for your energetic speech. Thank you so much. So friends, ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്.
ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഉടനീളം പറയുകയുണ്ടായി, ലാസ്റ്റ് ഫൈസ് സാർ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് ഏകദേശം 78 ക്രോർപതീസ് ഇന്ന് ഇന്ത്യയിൽ മാത്രം സംരംഭകരായ ഇതുപോലെ സാധാരണക്കാരനായി തുടങ്ങി അല്ലെങ്കിൽ ഒരു വിവാഹ റീറ്റെയിലറായി തുടങ്ങി ഒരു സംരംഭകരായ 78ഓളം ക്രോർപതീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് പറഞ്ഞ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് ഒരു കീനോട്ട് സ്പീച്ചിന് നമുക്ക് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. ഇന്ന് ആ 78 ക്രോർപതീസിൽ ഇന്ന് ഒരു ലീഡിംഗ്, ഇന്ന് ഒരു ചാമിങ് പേഴ്സണാലിറ്റി ആയിക്കൊണ്ട് ഇന്ന് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു എക്സിക്യൂട്ടീവ് വൈ ഡയമണ്ട് രാജേഷ് കുമാർ സാറെ ഈ ഒരു പ്രോഗ്രാമിന്റെ കീനോട്ട് സ്പീച്ചിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. രാജേഷ് സർ, വെൽക്കം. താങ്ക് യു മിഥിലജ്. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ രാജേഷ് കുമാർ, മലപ്പുറം ജില്ലക്കാരനാണ്. വളരെ സന്തോഷം ഈ ഒരു സമയത്ത് 100-ലധികം ആളുകളായിട്ട് ഒരല്പസമയം ചെലവഴിക്കാൻ പറ്റുന്നതിൽ. വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസമുള്ളത്. കാരണം ജീവിതത്തിൽ ഒന്നുമല്ലാതിരുന്ന ഒരു സാധാരണക്കാരൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. പ്രൊഫഷണലി ഒരു അധ്യാപകനായിരുന്നു ഞാൻ. ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ഹൈദരാബാദിൽ ഒരുപാട് വർഷങ്ങളോളം. മാന്യമായ ജോലിയാണ് ടീച്ചിങ് പ്രൊഫഷൻ, യാതൊരു സംശയമില്ല അല്ലേ. സോ ആ ഒരു ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ ചില തോട്ടുകൾ വരും അല്ലേ. എല്ലാവർക്കും വന്നോളണമെന്നില്ല, ചില ആളുകൾക്ക് വരാം, ചില ആൾക്ക് അതൊരു എന്താ പറയാ ഒരു ഇൻസ്റ്റിറ്റ് ആയിട്ട് മാറാം, റൈറ്റ്. സോ എനിക്കുണ്ടായ ഒരു തോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സാലറിയിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഒരു മാസത്തെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ തികയാത്തൊരു സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഡീഷണൽ ഇൻകം എന്ന രീതിയിൽ ട്യൂഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 2 മാസത്തോളം ഹെൽത്ത് ഇഷ്യൂസ് മൂലം എനിക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കേണ്ടി വന്നു. സ്കൂളിൽ പോകാൻ പറ്റിയില്ല, അതുപോലെ ട്യൂഷൻ കാര്യങ്ങൾ എടുക്കാനും പറ്റിയില്ല. ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് ശരിക്കും ലൈഫിനെ കുറിച്ച് ശരിക്കും ഒരു റിയാലിറ്റി എനിക്ക് മനസ്സിലായത്. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും, പക്ഷേ ആ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന ഫാമിലിയുടെ സേഫ്റ്റി എന്താണ്? എനിക്കത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിച്ചു. എന്നെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ ഫാമിലി ഒട്ടും സേഫ് അല്ല എന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ ഫാമിലിയെ ഫിനാൻഷ്യലി സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ഇനിയും തുടർന്ന് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ അവസ്ഥ എന്താണ്? വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. സോ അതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ആവശ്യമാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഫിനാൻഷ്യലി നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും അടുത്ത തലമുറയെ പോലും സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. സോ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തും ഇന്ന് ഈ കമ്പനിയുടെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആൻഡ് VSC മെമ്പർ മിസ്റ്റർ ജീവനാനന്ദ് സാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നു. സോ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതിലൂടെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു 3 to 5 years കൊണ്ട് എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലിയുടെ ലൈഫ്, ഫ്യൂച്ചർ എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. വളരെ സാധ്യതയുള്ളൊരു മേഖലയായിട്ട് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 6.25 വർഷങ്ങളായി ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി, പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റി, നേരിട്ടുമല്ലാതെയും. സോ അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ പടിപടിയായിട്ട് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഫാമിലിയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ന് എൻ്റെ ഫാമിലി വളരെ സേഫാണ്. സോ ആ ഒരു തരത്തിലേക്ക് മാറാൻ പറ്റി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 20,000 സാലറിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സാധാരണക്കാരൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ്, അതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒരു സാധാരണക്കാരനെ ഇന്ന് ഒരു 3 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് നിങ്ങൾ കേട്ട ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് മാത്രമല്ല, അത് ഞാൻ ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമല്ല, അതിനെന്നെ പ്രാപ്തനാക്കിയത് വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. സക്സസ് പ്രൂവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ അത് നമ്മൾ ഏറ്റെടുക്കാനും അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ തയ്യാറാണെങ്കിൽ ദാറ്റ് വിൽ ചേഞ്ച് അവർ ലൈഫ്. പക്ഷെ പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു കൺഫ്യൂഷൻ,
ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മേഖലയാണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖല, അല്ലെ? പല തരത്തിലുള്ള മണി ചെയിൻ പരിപാടികളും പോൺസി സ്കീംസും തട്ടിപ്പ് പരിപാടികളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും ഒന്ന് സാമാന്യ ബുദ്ധിക്ക് ഒന്ന് ചിന്തിക്കുക. ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മേഖലയായിട്ട് പോലും ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലുള്ള ഒരുപാട് വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഒരു കരിയർ ആയിട്ട് പോലും ഏറ്റെടുക്കാവുന്ന മേഖല എന്ന രീതിയിൽ. അപ്പൊ തീർച്ചയായിട്ടും എന്തോ ചില സാധ്യതകൾ ഇതിനകത്തുണ്ട്, ശരിയല്ലേ? സോ ഇത്ര സീരിയസ് ആയിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഈ മേഖലയെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ രാജ്യത്തുള്ള പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ പടിപടിയായിട്ട് ഈ ഒരു മേഖലയിലൂടെ നൽകാൻ പറ്റും എന്നുള്ളതാണ്. അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ആയിക്കോട്ടെ, റിസഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഒരു മേഖലയിലൂടെ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കാരണം. സോ മൈ ക്വസ്റ്റ്യൻ, ഗവൺമെന്റിന് പോലും ഈ ഒരു മേഖലയുടെ സാധ്യത മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലിയെ ഫിനാൻഷ്യലി സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ജീവിക്കാൻ, മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, പാരൻസിന് ഏറ്റവും മികച്ച മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു മേഖലയിലൂടെ സാധിക്കും. സോ അതിന് ഈ ഒരു മേഖലയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഇതിന്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് ഒരു തീരുമാനം ഇന്ന് തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, വൈബ്രന്റ് വിവ എന്ന് പറയുന്ന സിസ്റ്റം അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വരുന്ന 2-3 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ്സ് എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി, വെരി ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. സോ നല്ല തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. Thank you, sir. Thank you so much, Rajesh Kumar, sir. Such a valuable time and your valuable session. Anyway, my dear friends, now is our turn. ഈ ഒരു അവസരം ഏറ്റെടുക്കാനുള്ള ദൈവത്തിന്റെ അപാരമായ കഴിവുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു അവസരം കേൾക്കാനുള്ള അവസരം കിട്ടി. സോ ടേക്ക് ഇറ്റ് ആസ് എ ചാൻസ്. നല്ലൊരു തീരുമാനം എടുക്കാൻ സർവ്വശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്തു തന്ന ഫായിസ് സാറിന്, നമുക്ക് ഈ ഒരു പ്രസന്റ് ചെയ്ത് തന്ന ഫായിസ് സാറിനും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഈ ഒരു പ്രോഗ്രാമിലെ കീനോട്ട് സ്പീച്ച് ചെയ്ത രാജേഷ് കുമാർ സാറിനും, ഈ ഒരു പ്രോഗ്രാമിന്റെ ഉടനീളം ഈ ഒരു ക്ഷണം സ്വീകരിച്ച് അത് ഈ ഒരു പ്രോഗ്രാമിലോട്ട് എത്തിയ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. Signing off, Midraj Rudambally, Co-Executive Indus Viva. Thank you so much.